ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞാൻ അനേക വർഷങ്ങളായി ഇത്തരം ക്ലാസ്സുകൾ കേരളത്തിലും പുറത്തും എല്ലാം എടുക്കുന്ന ഒരാൾ ആണ്. എങ്കിലും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ, ഒരു പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷം, ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അതിൻ്റെ ദിവ്യമായ ആത്മീയമായ ആ പരിവേഷത്തിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു വൈകാരികമായ അനുഭൂതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ലോകപ്രശസ്തനായ ഒരു ഫിലോസഫർ, ബാക്കി കേൾക്കുന്നുണ്ടോ? ലോകപ്രശസ്തനായ ഒരു ഫിലോസഫർ, ജർമ്മൻ ഫിലോസഫർ ഷില്ലർ, ലോകത്തെ എല്ലാ കുട്ടികൾക്കും, രക്ഷിതാക്കൾക്കും, അധ്യാപകർക്കും വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. അദ്ദേഹം ഈ കഥ ബൈബിളിനെ ആധാരമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ബൈബിൾ വായിച്ച് അതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച്, വെള്ളവും വെളിച്ചവും സൃഷ്ടിച്ച്, കരയും കടലും സൃഷ്ടിച്ച്, പിന്നീട് ജീവജാലങ്ങളെ സൃഷ്ടിച്ച് എന്ന് നിങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. ഷില്ലർ പറയുന്നത്, ഈ ദൈവം ഇതെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ച് മുമ്പോട്ട് പോയപ്പോൾ എപ്പോഴോ ഒരു സമയത്താണ് അദ്ദേഹം ഈ പക്ഷികളെ സൃഷ്ടിച്ചത്. പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ ഈ പക്ഷികൾക്കൊന്നും ചിറകുകൾ കൊടുത്തിരുന്നില്ല. എന്താണ് അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റിയില്ല. ദൈവത്തിന് തെറ്റുപറ്റി നമുക്ക് പറയാൻ പറ്റുമോ? പറയാനുള്ള ധൈര്യം നമുക്കില്ല. ചിലപ്പോൾ ദൈവം മനഃപൂർവ്വം ചിറക് കൊടുക്കാത്തതാകാം, അല്ലെങ്കിൽ ദൈവത്തിന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. ഏതായാലും ഈ നാനാതരത്തിലുള്ള ജീവജാലങ്ങളെ, ഉറുമ്പ് മുതൽ പുഴുക്കൾ മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ആ തിരക്കിൽ നാനാതരത്തിലുള്ള പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ ഒരു പക്ഷിക്കും ദൈവം ചിറക് കൊടുത്തിരുന്നില്ല. അപ്പം ചെറിയ പക്ഷിയും വലിയ പക്ഷിയും ഇടത്തരം പക്ഷിയും എല്ലാം ലോകത്ത് ഈ ചിറകുകളില്ലാതെ അനേക കാലം ജീവിച്ചു. ചിറകില്ലാതെ പക്ഷികൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാം. ഏതെങ്കിലും ഒരു പക്ഷി ഈ വഴി കൂടി നടന്നു പോകണമെന്ന് വിചാരിക്കുക, ഒരു പൂച്ചയോ പട്ടിയോ ഏതെങ്കിലും ഒരു ജന്തു ഈ പക്ഷിയെ കണ്ടാൽ അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കും, പിടിച്ച് കടിച്ച് കൊല്ലാൻ നോക്കും. പക്ഷികൾ വളരെ ദുർബലരായ ജന്തുക്കളാണ്. അപ്പോൾ ഈ നാനാതരത്തിലുള്ള ഈ മറ്റ് ജീവജാലങ്ങളുടെ ആക്രമണം രാവിലെ മുതൽ വൈകിട്ട് വരെ, രാത്രി വല്ലയിടത്തും ഇരിക്കാമെന്ന് വെച്ചാൽ അന്നേരവും കയറി വരും. രാത്രി നടക്കുന്ന ജീവികളുണ്ട്, അവർ കയറി വരും പിടിക്കാൻ. അപ്പോൾ രാവിലെ ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടുകയില്ല. എന്താണ് കാര്യം? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടണം. അങ്ങനെ ഓടി ഓടി ഈ പക്ഷികൾ കഷ്ടപ്പെട്ടു, വിഷമിച്ചു. മിക്കവാറും പക്ഷികളെല്ലാം കയ്യും കാലും ഒക്കെ ഒടിക്കാനിരിക്കുന്നത്, ഈ ഓടി ഓടി കണ്ട കുഴിയിലെല്ലാം ചാടി മൂക്കുമൊക്കെ പൊട്ടിയായിരിക്കുന്നത്. ഇങ്ങനെ പക്ഷികൾ ജീവിച്ച് 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 അനേകായിരം വർഷം ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പക്ഷികൾക്കെല്ലാം വലിയ സങ്കടം തോന്നി. ഒരു ദിവസം രാവിലെ ഒരു പക്ഷി സങ്കടം സഹിക്കാൻ വയ്യാച്ചിട്ട് വലിയ വായിലെ കരയാൻ തുടങ്ങി. ഒരു പക്ഷി കരയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത് നിൽക്കുന്ന പക്ഷി അത് കണ്ടു, അതിനും കരയണം തോന്നി. ആരെങ്കിലും കരയുന്ന കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും, ഇല്ലേ? അങ്ങനെ ഒരു പക്ഷി കരഞ്ഞു, അടുത്ത പക്ഷി കഴിഞ്ഞു, മൂന്നാമത്തെ പക്ഷി കഴിഞ്ഞു, നാലാമത്തെ പക്ഷി കരഞ്ഞു. അങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പക്ഷികൾ, ലോകത്തുള്ള മുഴുവൻ പക്ഷികളും കൊണ്ടൊരു കൂട്ടക്കരച്ചിൽ.
നിങ്ങൾ ഓർത്തെ ലോകത്തുള്ള എല്ലാ പക്ഷികളും വലിയ കരഞ്ഞാലുള്ള അവസ്ഥ ഓർക്ക്. വലിയ കരച്ചിലിൻ്റെ ശബ്ദം ഈ ഭൂമിയിൽ നിന്ന് അത് സഞ്ചരിച്ച് ആകാശത്തൂടെ സഞ്ചരിച്ച് സ്വർഗം വരെ എത്തി. ദൈവം നോക്കുമ്പോൾ ശ്രദ്ധിച്ചു, വല്ലാത്തൊരു കരച്ചിലിൻ്റെ ശബ്ദം ആദ്യമായിട്ടാണ് ഭൂമിയിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ദൈവം താഴോട്ട് നോക്കിയപ്പോൾ പക്ഷികളെല്ലാം കിടന്ന് കരയുക. പക്ഷികളുടെ കൂട്ടക്കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ദൈവത്തിന് കാര്യം മനസ്സിലായി. കാരണം ദൈവമാണല്ലോ ഇവരെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഇവരുടെ സങ്കടവും ഇവരുടെ വിഷമം ഇവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിന് പെട്ടെന്ന് മനസ്സിലായി. ദൈവത്തിന് വലിയ കരുണ തോന്നി ഈ പക്ഷികളോട്. ദൈവം ഉടനെ ദൈവത്തിന് ചുറ്റും ഇങ്ങനെ പറന്ന് നടന്നിരുന്ന ലക്ഷക്കണക്കിന് മാലാഖമാരെ എല്ലാം അടുത്ത് വിളിച്ചു. എന്നിട്ട് ഈ മാലാഖമാരോട് എന്തോ രഹസ്യം പറഞ്ഞു. പക്ഷികൾ നോക്കുമ്പോൾ ഈ മാലാഖമാരെല്ലാം ആകാശത്തോടെ ഇങ്ങനെ പറന്നു വരുന്നു. വലിയ വേഗതയിലായി ഇവർ പറന്നു വരുന്നത്. പക്ഷികൾ പേടിച്ചു പോയി. കരഞ്ഞതുകൊണ്ട് ശിക്ഷിക്കാൻ പോവാണെന്നാണ് പക്ഷികൾ വിചാരിച്ചത്. പക്ഷികളിങ്ങനെ പേടിച്ച് മുകളിലോട്ട് നോക്കുന്നതോറും ഈ മാലാഖമാർ അടുത്തടുത്തടുത്ത് വരുന്നു. എന്തൊരു അത്ഭുതം! ഓരോ പക്ഷിയുടെ മുകളിൽ ഓരോ മാലാഖയാണ് വരുന്നത്. നേരെ ചാട്ടുള്ളി വരുന്നത് പോലെയാണ് വരുന്നത്. പക്ഷികൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഓരോ മാലാഖമാരുടെയും 2 കയ്യിലും എന്തോ സാധനം ഇരിപ്പുണ്ട്. കുഴപ്പമായി. എന്തോ സാധനം ഉപയോഗിച്ച് അടിക്കാനോ കുത്താനോ വെട്ടാനോ കൊല്ലാനോ ഒക്കെ പോവുകയാണെന്ന് വെച്ച് പക്ഷികളിങ്ങനെ പേടിച്ച് വിറച്ച് കരച്ചിലൊക്കെ നിർത്തി നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ മാലാഖമാരെ തൊട്ടടുത്ത് വന്നപ്പോൾ ഈ മാലാഖമാരെല്ലാം കൂടെ ഒന്നിച്ച് ഈ കയ്യിലിരുന്ന സാധനം ഈ പക്ഷികളുടെ മുകളിലോട്ട് ഇങ്ങനെ എറിഞ്ഞു. എല്ലാ പക്ഷിയുടെ മുകളിൽ എന്തോ സാധനം വന്ന് തറച്ചു കൊണ്ടു. വല്ലാത്ത വേദന എടുത്തു. പക്ഷികൾ വീണ്ടും കരഞ്ഞു. അപ്പോൾ പക്ഷികൾ കരഞ്ഞത് എന്താണെന്നറിയോ? അയ്യോ ദൈവമേ, ഞങ്ങളുടെ മുകളിൽ എന്തോന്നാണ് ഈ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്, അങ്ങ് എടുത്തോണ്ട് പോയിക്കോളൂ. അല്ലേ തന്നെ നടന്നു പോകാൻ വലിയ വിഷമാണ്, അല്ലേ തന്നെ ജീവിക്കാൻ വിഷമം. അപ്പം ഇങ്ങനെ ഒരു കുന്ത്രാണ്ടവും കൂടെ ഞങ്ങളുടെ മുകളിൽ കുത്തി വയ്ക്കല്ലേ, അത് എടുത്തോണ്ട് പോയിക്കോളൂ എന്നും പറഞ്ഞാൽ കരയുന്നു. പക്ഷേ ഇപ്രാവശ്യം കരഞ്ഞപ്പോൾ ദൈവം മൈൻഡ് ചെയ്തില്ല. കുറേയേറെ നേരം കരഞ്ഞു നോക്കി. പക്ഷികൾക്ക് മനസ്സിലായി ഈ പ്രാവശ്യം ദൈവം ശ്രദ്ധിക്കുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പതുക്കെ പക്ഷികളെല്ലാം കരച്ചിൽ നിർത്തി, പഴയ പോലെ ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 100 വർഷമല്ല, 1000 വർഷമല്ല, 10,000 വർഷമല്ല. പിന്നീട് വന്ന എക്കാലം ഈ പക്ഷികളെല്ലാം പഴയ പോലെ ജീവിക്കാൻ തുടങ്ങി. മിക്കവാറും പക്ഷികളെല്ലാം ഈ മുകളിൽ എന്തോ സാധനം തറഞ്ഞു കൊണ്ട കാര്യം മറന്നുപോയി. പക്ഷെ ഒരു ദിവസം ഒരു പക്ഷിക്കൊരു സംശയം. എന്താണെന്നറിയോ? ഇതെന്തോന്നാ ഈ പൊക്കത്തിയിരിക്കുന്ന സാധനം? ദൈവം ഇങ്ങനെ എന്തോ ഒരു സാധനം പൊക്കത്തിൽ തറച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്താണെന്ന്. പക്ഷി ചിന്തിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി. പക്ഷി വിചാരിച്ചു, ഒന്ന് മസിൽ പിടിച്ച് നോക്കിയാലോ, ഈ മുകളിൽ ഇരിക്കുന്ന സാധനത്തിന് വല്ല വ്യത്യാസം വരുമെന്ന് അറിയാമല്ലോ. ഒരു കൗതുകം, ഒരു ചോദ്യം ചോദിക്കാനുള്ള ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം, എൻ്റെ പുറത്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ അഭിലാഷ ഈ പക്ഷിക്കുണ്ടായി. പക്ഷി എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് മസിൽ പിടിച്ച് നോക്കി. മസിലങ്ങ് പിടിക്കുകയും എന്തൊരത്ഭുതം! ഈ മുകളിൽ നിന്ന സാധനം വിടർന്നു വരുന്നു. ഒരെണ്ണമല്ല, 2 വിടർന്നു വരുന്നു. ഇതെന്തൊരു സാധനമാണ്? കുറച്ചുകൂടെ മസിൽ പിടിച്ച് നോക്കി. അപ്പോൾ അത് നന്നായിട്ട് വിടർന്നു വരുന്നു. അപ്പോൾ പക്ഷിക്ക് വലിയ ആവേശമായി. പക്ഷി ഒന്നുകൂടെ മസിൽ പിടിച്ച് ഇതിനൊന്ന് പൊക്കാവോ താത്താവോ നോക്കി. അപ്പോൾ ഇത് പൊക്കാനും താത്താനും തുടങ്ങി. അങ്ങനെ ഇത് പൊങ്ങുകയും താഴെ ചെയ്തപ്പോഴത്തേക്ക് ഈ നിലത്ത് നിന്ന പക്ഷി ഇങ്ങനെ ആകാശത്തോട്ട് പൊങ്ങാൻ തുടങ്ങി. ആകാശത്തോട്ട് പൊങ്ങി ഒരു 2-3 ആൾ പൊക്കം വരെ ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ പക്ഷിക്ക് പേടിയാകാൻ തുടങ്ങി. ഇതിങ്ങനെ പൊങ്ങി എങ്ങോട്ട് പോകും? പെട്ടെന്ന് എന്ത് ചെയ്തു? പക്ഷി മസിൽ പിടുത്തമൊക്കെ നിർത്തി. ഈ മുകളിൽ ഇരിക്കുന്ന സാധനം പൊക്കാനും താത്താനും തുടങ്ങിയത് നിർത്തിയപ്പോൾ എന്ത് പറ്റി? പക്ഷി നേരെ താഴോട്ട് വന്ന് മുഞ്ഞും കുത്തി വീണു. ആ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് പൊട്ടി, നന്നായിട്ട് വേദന എടുത്തു. അവിടെ കിടന്ന് കുറേ കരഞ്ഞു. കുറച്ച് കരച്ചിലേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷിക്ക് ധൈര്യമായി. ഒന്നുകൂടെ നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഒന്നുകൂടെ മസിൽ പിടിച്ചു. വീണ്ടും മുകളിലുള്ള സാധനം വിടർന്നു വന്നു. വീണ്ടും പൊക്കാനും താത്താനും തുടങ്ങി. ഈ പ്രാവശ്യം നല്ല ധൈര്യത്തിൽ അത് പൊക്കുകയും താത്തൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഈ പക്ഷി ആകാശത്തോട്ട് അങ്ങ് പൊങ്ങിപ്പോയി. അങ്ങനെ ഈ വൃക്ഷങ്ങളുടെ മുകളിലെത്തി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പക്ഷിക്കൊരു സംശയം, ഈ പുറകിലൊരു വാലിരിപ്പുണ്ട്, ഇവനെ ഒന്ന് ചലിപ്പിച്ച് നോക്കിയാലോ. അത് ചലിപ്പിച്ചപ്പോഴത്തേക്കാണ് പക്ഷി മനസ്സിലാക്കി ഈ പൊങ്ങിപ്പോകുന്നു മാത്രമല്ല ഡയറക്ഷൻ മാറ്റാമെന്ന് മനസ്സിലായി.
അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഈ പക്ഷി ഈ ചിറകുകളെ പൊക്കാനും താത്താനും തുടങ്ങി, ഈ വാല ഇളക്കാനും തുടങ്ങി. 8-10 മിനിറ്റ് കൊണ്ട് ഈ പക്ഷി മനോഹരമായിട്ട് പറക്കാൻ തുടങ്ങി. അങ്ങനെ പറക്കുന്ന ഇടയ്ക്ക് ഒരു കീടം എതിരെ വന്നു. പക്ഷി ഉടനെ അതിനെ കൊത്തി വായിക്കാത്താക്കി. പറന്ന് നടക്കുമ്പോൾ ആഹാരം കെട്ടിക്കാമെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം തോന്നി. അപ്പോൾ ആ പക്ഷി ഒരു മരത്തിൻ്റെ കമ്പേൽ വിശ്രമിച്ചു. അപ്പോൾ ഇതെല്ലാം താഴെ നിൽക്കുന്ന പക്ഷികളെല്ലാം കാണുന്നുണ്ട്. അവർക്ക് വലിയ ആവേശമായി. അവരും ഉടനെ മസിൽ പിടിക്കാൻ തുടങ്ങി. അവരും ഉടനെ ഈ ചിറകുടർത്താൻ തുടങ്ങി. അവരും ആകാശത്തോട്ട് പൊങ്ങാൻ തുടങ്ങി. അവരും പറന്ന് നടന്ന് തുടങ്ങി. അങ്ങനെ ഈ പക്ഷികളെല്ലാം ആകാശത്തോടെ പറന്ന് നടക്കാനും ആകാശത്ത് പറന്ന് തീറ്റ നേടാനും മരങ്ങളിൽ കൂട് കെട്ടി താമസിക്കാനും എല്ലാം തുടങ്ങിയപ്പോഴാണ് ഈ പക്ഷികൾ യഥാർത്ഥത്തിൽ പക്ഷികളായത്. പക്ഷികൾ ആകാശത്തിൻ്റെ രാജാക്കന്മാരായി മാറി. അതിൽ പിന്നെ പക്ഷികൾ ഇന്നുവരെ കരഞ്ഞിട്ടില്ല. കരയേണ്ട ആവശ്യമില്ല. കാരണം സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ദൈവം കൊടുത്തു കഴിയും. ഇതാണ് ഷില്ലർ ലോകപ്രശസ്തമായി എഴുതിയിരിക്കുന്ന കഥ. എന്തിനാണ് ഇങ്ങനൊരു ദേവാലയ അന്തരീക്ഷത്തിൽ വന്ന് ഞാൻ ഈ കഥ പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? വേറെ ഏതെങ്കിലും കഥ പറഞ്ഞാൽ പോരായിരുന്നോ? ആരെങ്കിലും ധൈര്യമായിട്ട് ചാടി ഒന്ന് പറഞ്ഞ് എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞത്? ആരാ പറയാൻ പോകുന്നു? ആൺകുട്ടികൾ ഇതാണോ പെൺകുട്ടികൾ ഇതാണോ വരാൻ പോകുന്നത്? അങ്ങോട്ടും ഞങ്ങളോ നോക്കട്ടെ, എൻ്റെ മുഖത്തോട്ട് നോക്ക്. ആരാങ്കിലും ധൈര്യമായിട്ട് വാ, നോക്കട്ടെ ആരാ ഏറ്റവും ധൈര്യമുള്ള ആളെന്ന്. പുറകിലുള്ളവർക്ക് മരാക്കട്ടോ. ഞാൻ വിളിക്കണോ? ട്രെയിനിങ് ക്യാമ്പിന് വന്നാൽ നന്നായിട്ട് സംസാരിക്കണം. അല്ലാതെ ഞാൻ സംസാരിച്ച് നിങ്ങളിരുന്ന് ഉറങ്ങിയാൽ പോരാ. ആരാണ് വരുന്നത്? മോളെ ബാ, മിടുക്കൻ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കണ്ടോ? പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണം ആദ്യം. എന്നോടല്ല, ഇവരോട്. സിന്തസ്മോസ് പബ്ലിക് സ്കൂൾ, പരമല. ദൈവം തന്ന കഴിവിനെ മനസ്സിലാക്കി മുന്നേറാൻ ശ്രമിക്കുക എന്ന അർത്ഥമാണ് അങ്കിള് പറഞ്ഞ കഥ. ഈ കഥ തന്ന കഴിവിനെ മനസ്സിലാക്കി മുന്നേറാൻ ശ്രമിക്കുക. കഴിവ്. ഒരു പെൺകുട്ടികളായിരിക്കും ഒരാൾ വന്നേ. എൻ്റെ പേര് അലീന. ഞാൻ MGM ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. നമുക്കുള്ള കഴിവുകളിൽ ആദ്യം നമ്മൾ ഒന്ന് വീണു പോയാലും ആ കഴിവ് നേടാൻ ആദ്യം നമ്മൾ പക്ഷികളെ പോലെ ഒന്ന് താഴെ വീണു പോയാലും പിന്നീട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കും. ശരിയായില്ലേ? അപ്പം എന്താണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്? ദൈവം നമുക്ക് ചിറകുകൾ തന്നിട്ടുണ്ട് അല്ലേ? ആ ചിറകുകൾ അവിടെ ഇരിക്കുകയായിരുന്നു. എത്രയോ കാലം ഈ ചിറകുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും ഈ പക്ഷികൾ മറന്നുപോയി. പക്ഷേ ഈ ചിറകുകൾ അവിടെ ഇരിക്കുന്ന കാര്യം ഒരാൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ചിറകുകൾ ഉപയോഗിക്കാൻ ദൈവം നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ കഴിവുകൾ അവിടെ ഉണ്ടെന്ന് അറിയാതെയാണ് ആദ്യകാലത്ത് ഈ പക്ഷികൾ ജീവിച്ചത്. കഴിവുകളുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് പക്ഷികൾ യഥാർത്ഥത്തിൽ പക്ഷികളായി മാറിയത് അല്ലേ? അതല്ലേ കഥയുടെ അർത്ഥം? ഈ പക്ഷികളെ പോലെയാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരും ജീവിക്കുന്നത്. കുട്ടികളും ജീവിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യരും ജീവിക്കുന്നതാണ് പറഞ്ഞത്. കാരണം എന്താ പറയുക, കുട്ടികൾ മാത്രമല്ല, അവരുടെ അച്ഛനമ്മമാരും ഇങ്ങനെ ജീവിക്കുന്നു. കുട്ടികളെ മാത്രമല്ല, കഴിവുകൾ ഒത്തിരി കിടപ്പുണ്ട്. ആ കഴിവുകൾ അവിടെ ഉണ്ടെന്നറിയാതെ നമ്മൾ ജീവിക്കുക. പരീക്ഷ വരുന്നു, അയ്യോ പരീക്ഷ വരുന്നല്ലോ എന്നുള്ള പേടിയാണ് അല്ലേ? ടെൻഷനാണ്. ലോകത്ത് ഏതെങ്കിലും കുട്ടിയോട് പരീക്ഷ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അയ്യോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും അല്ലേ? ഏതെങ്കിലും ഒരു കുട്ടിയോട് അയ്യോ പരീക്ഷ വരാൻ നോക്കിയിരിക്കുകയാണേ ഞാൻ, എന്തൊരു നല്ല കാര്യമായി പരീക്ഷ എന്ന് ഏതെങ്കിലും കുട്ടി പറയാറുണ്ടോ? പറയാറില്ല. എന്താ കാരണം? പരീക്ഷ പേടിയാണ്. പരീക്ഷ മാത്രമല്ല പേടി, പഠിക്കുന്ന വിഷയത്തെ പേടിയാണ്. കുറേ വർഷങ്ങൾ മുമ്പ് ലോകത്ത് വലിയൊരു ഉത്സവം നടന്നു, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ആഘോഷിച്ച് കാണും.
ബോംബെ വെച്ചായിരുന്നു അതിൽ ഏറ്റവും വലിയ യോഗം ഇന്ത്യ നടന്നത്. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CNR റാവു അധ്യക്ഷനായിട്ടുള്ള മീറ്റിംഗ് നടക്കുക. ഇപ്പോൾ റാവു ഇന്ത്യയിലെ വലിയ കെമിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം 10,000 കുട്ടികളിരിക്കുന്ന വലിയ മീറ്റിങ്ങാണ്. അപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തോടെ അവിടെ വന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും കെമിസ്ട്രി ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം. ആ കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് കൈപൊക്കിക്കേ എന്ന് പറഞ്ഞു. പാവൻ റാവു നോക്കുന്നു, ഒറ്റയാൾ കൈപൊക്കിയില്ല. ഒറ്റ കുട്ടി കൈപൊക്കിയില്ല. 1000-ഓളം കുട്ടികളിരിക്കുന്ന വലിയ ഹാളിൽ ബോംബെയിലെ വലിയ വലിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആരുടെയും കൈ പൊങ്ങിയില്ല. എന്താ കാര്യം? അവർ കെമിസ്ട്രി ഇഷ്ടപ്പെടുന്നില്ല, അവർ ഫിസിക്സിനെ ഇഷ്ടപ്പെടുന്നില്ല, കണക്കിനെ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലേ? പഠിത്തം തന്നെ ഒരു ബോറടിയായിട്ടാണ് കുട്ടികൾ വിചാരിക്കുന്നത്. അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിനാണ് ഈ വിദഗ്ധരായിട്ടുള്ള ഈ വൈദികർ ഇങ്ങനൊരു പരിപാടി എല്ലാ വർഷവും ചെയ്യുന്നത്. തെറ്റായ ധാരണയായത്. കഴിവുകൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പരീക്ഷ പേടി വരുന്നത്. പേടി എന്ന് പറയുന്ന സാധനം തന്നെ അച്ഛനിവിടെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വന്നാൽ അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. ഞാനിപ്പോൾ ഓർക്ക് പോകുന്നൊരു കഥയുണ്ട്, വേറൊരു കഥ. ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് 4ലോ 5ലോ മറ്റോ പഠിക്കുന്ന സമയത്താണ്. ഒരു ദിവസം വൈകിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഇന്ന് നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ നമുക്ക് വഴിപാട് കൊടുത്തിട്ടുണ്ട്, ആ പായസം മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്പലത്തിലെ വഴിപാട് രാത്രി 7 മണി 8 മണിയാകും കിട്ടുമ്പോൾ. അന്ന് ലൈറ്റൊന്നും ഇല്ലാത്ത കാലമാണ്, ഇരുട്ടത്ത് നടന്നു വരണം. അത് ഈ പായസം ഉണ്ടാക്കുന്ന ഒരു ഉരുളിക്കകത്താണ്, നല്ല ചൂടാണ്. ഈ നല്ല ചൂടുള്ള ഉരുളിയാണ് ഈ കൊച്ചിൻ്റെ കയ്യിലോട്ട് തരുന്നത്. തല പൊള്ളാതിരിക്കാൻ വേണ്ടി കുറച്ച് കടലാസും തരും. അപ്പോൾ ഈ കടലാസ് അടി വെച്ചിട്ട് ഇത് തലയെ വെച്ച് ചുവന്നുകൊണ്ട് വേണം വീട്ടിലോട്ട് പോകാൻ. 1 കിലോമീറ്റർ നടക്കണം ഇരുട്ടത്തോട്. ആരും റോഡിൽ കാണുകയില്ല, പണ്ടത്തെ കാലമാണ്. ഒരിടവഴി കൂടെ ഇങ്ങനെ നടന്നു പോവുക. ഞാൻ നടന്നു പോയി ഞങ്ങളുടെ വീടിനകത്തൊരു വലിയ കളിസ്ഥലമുണ്ട്, ഒരു മൈതാനമുണ്ട്, ഒരു മനയുടെ ഒരു വെളി പ്രദേശമാണ്. അത് കട്ട് ചെയ്ത് വേണം കയറിപ്പോവാൻ. ആ പ്രദേശത്തൊന്നും ഒരു വീടില്ല. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൈതാനത്തൊരു പന നിപ്പുണ്ട്, വലിയ അപകടം പിടിച്ച സ്ഥലമാണ്, അവിടെ യക്ഷി താമസിക്കുന്നുണ്ട്, രാത്രി അതിൽ നടന്നു പോകുന്നവരെ പിടിക്കാറുണ്ട്, പിറ്റേ ദിവസം രാവിലെ അവരുടെ എല്ല് മാത്രമേ അവിടെ കാണുകയുള്ളൂ. ഇങ്ങനെയുള്ള കഥകളെല്ലാം അവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ നമുക്ക് കൊച്ചു പിള്ളേർക്ക് ഈ യക്ഷിയും ഭൂതത്തിനെയൊക്കെ വലിയ പേടിയാണ്, കാരണം അന്ധവിശ്വാസമാണ്. അപ്പോൾ എനിക്കുണ്ട് ഈ പേടി. അപ്പോൾ ഞാൻ നടന്ന് ഈ മൈതാനത്തിൻ്റെ പകുതി വന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല ഇരുട്ട്, ചെറിയൊരു വെളിച്ചമുള്ളൂ. ആ പകുതി വന്നപ്പോഴത്തേക്ക് മുമ്പോട്ട് നടന്നു പോകുമ്പോഴാണ് മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. ഒരു 2 ആൾ 3 ആൾ പൊക്കത്തിൽ, 2 ആളെങ്കിലും പൊക്കമുണ്ട്. സാധാരണ ആളിൻ്റെ 2 ഇരട്ടി വലിപ്പം വണ്ണമുള്ള ഒരാൾ ഇരുട്ടത്തിങ്ങനെ അനങ്ങാതെ നിൽക്കുക. ഈ ആളിനെ കാണുകയും ഞാനവിടെ നിന്നുപോയി. അപ്പോൾ എനിക്ക് പുറകോട്ട് ഓടണമെന്നുണ്ട്, പക്ഷെ കാലനങ്ങുന്നില്ല. മനസ്സിലായില്ലേ? പേടി കാരണം മുമ്പോട്ട് ഓടാൻ ഒട്ടും മേല. മുമ്പോട്ട് ഓടിയാൽ ഭൂതം പിടിക്കും, ഇല്ലേ? രക്ഷ പിടിക്കും. അയ്യോ ദൈവമേ, നാളെ രാവിലെ എൻ്റെ എല്ലേ പനയുടെ മുകളിൽ കാണുള്ളൂ എന്നാണ് എൻ്റെ പേര്. എന്നാൽ പുറകോട്ട് ഓടാമെന്ന് വെച്ചാൽ കാലനങ്ങുന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ വല്ലാതെ വേർത്ത് വിഷമിച്ച്, ഈ തലയിൽ ഈ പായസമുണ്ട്, നല്ല ചൂടുവാണ്. പക്ഷേ ആ ചൂടൊന്നും ഞാനതിൽ അറിയുന്നില്ല, കാരണം എന്നെ യക്ഷി പിടിക്കാൻ പോവില്ലേ. യക്ഷിയാണെങ്കിൽ അനങ്ങുന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ഭയപ്പെട്ട് നിന്നു, പ്രാർത്ഥിച്ചു പോയി. എൻ്റെ ഭാഗ്യം കൊണ്ട്, മഴക്കാലമായിരുന്നു, എൻ്റെ ഭാഗ്യം കൊണ്ട് അന്നേരം ഒരു മിന്നലുണ്ടായി. അച്ഛൻ നേരത്തെ പറഞ്ഞ വെളിച്ചം, ഒരു മിന്നലുണ്ടായി. ആ മിന്നൽ സമയത്ത്, ആ മിന്നലിൻ്റെ വെട്ടത്തിൽ ഞാൻ ഈ മുമ്പിൽ നിൽക്കുന്ന യക്ഷിയെ ശരിക്ക് കണ്ടു. എന്തായിരുന്നു യക്ഷി എന്നറിയാവോ? ഒരു വലിയ തെങ്ങിൻ്റെ കുറ്റി. എൻ്റെ വീട് വൈക്കത്താണ്, അവിടെ ഒത്തിരി തെങ്ങ് വെട്ടു ആൾക്കാർ. ഈ വെട്ടാൻ വരുന്ന ഒരു മടിയന്മാരാണ്. അവരെന്ത് ചെയ്യും? പറ്റ വെട്ടുകയില്ല, കുറേ പൊക്കത്തി വെച്ച് വെട്ടും, ബാക്കി അവിടെ നിൽക്കും, ആരും എടുക്കുകയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു തെങ്ങും കുറ്റിയാണ് ഈ രാത്രി ഈ ഇരുട്ടത്ത് ഞാൻ യക്ഷിയായിട്ട് കണക്കാക്കിയത്. മിന്നൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തെങ്ങും കുറ്റിയാണെന്ന്. അല്ലേ? മിന്നൽ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണ്, അറിവാണ്, തിരിച്ചറിവാണ്, വിവേകമാണ്. അപ്പോൾ ഈ വെളിച്ചം ഉണ്ടായപ്പോൾ, വിവേകമുണ്ടായപ്പോൾ, അറിവുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി യക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഞാൻ യക്ഷി എന്ന് പറഞ്ഞ് പേടിച്ചത് ഒരു വെറും തെങ്ങും കുറ്റിയാണെന്ന് മനസ്സിലായി.
ഇതുപോലെയാണ് പരീക്ഷയുടെ പേടി. കുട്ടികൾക്ക് പരീക്ഷ പേടിയാണ്. എന്താ കാര്യം? വീട്ടിൽ അച്ഛനും അമ്മയും പറയും, ഇതേ പരീക്ഷ വരുന്നുണ്ട്, പരീക്ഷ നിൻ്റെ നീ ഇങ്ങനെ നടന്നാൽ കാണാം കേട്ടോ, പരീക്ഷ വരുമ്പോഴത്തേക്ക് നീ ശരിയാകും. ഇങ്ങനെ പറഞ്ഞ് ഈ പരീക്ഷ എന്തോ കുഴപ്പമുണ്ടാകുന്നതാണ് കുട്ടിയുടെ വിചാരം. പിന്നെ ചേട്ടന്മാർ ചേച്ചിമാരോടൊക്കെ പറയുമ്പോൾ അവരോട് ഇത് പിള്ളേർ കളിയൊന്നും അല്ല കേട്ടോ പരീക്ഷ, അവരും പേടിപ്പിക്കും. അങ്ങനെ ലോകത്തുള്ള എല്ലാവരും പരീക്ഷയെപ്പറ്റി പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പം നമ്മുടെ ഉള്ളിലൊരു പേടി കിടപ്പുണ്ട്, ഈ പരീക്ഷ വന്ന് എന്നെ ശരിയാക്കുമെന്ന്. അപ്പോഴേ ആ പരീക്ഷ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ആത്മവിശ്വാസം ഇല്ലാതാവും. പരീക്ഷ നേരിടാൻ പറ്റുമെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓരോ കുട്ടിയുടെയും വിചാരം എന്നാണെന്നറിയോ, ആ കുട്ടിയുടെ പരീക്ഷയാണ് ഏറ്റവും വലിയ പരീക്ഷ എന്ന്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച് നോക്കുക നിങ്ങൾ. അവർ പറയാം എൻ്റെ പരീക്ഷ വരുന്നുണ്ട്, നിങ്ങളുടെ പരീക്ഷ പോലും നല്ലതെന്ന് പറയും. അത്ര വലിയ പരീക്ഷയാണെന്ന് പറയും ഇല്ലേ. 2-ാം ക്ലാസ്സിലായി കഴിഞ്ഞാൽ ഭാവം മാറും. അപ്പോൾ 2-ാം ക്ലാസ്സിലായെന്ന് കുട്ടി പറയും, 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയും, 1-ാം ക്ലാസ്സിലൊന്നും പഠിക്കാനില്ല, പക്ഷേ 2-ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ വന്ന് 10-ാം ക്ലാസ്സിൽ വരുന്നു. 10-ാം ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എൻ്റെ പുസ്തകമൊക്കെ മേടിച്ച് വായിക്കാനായിട്ടൊരു പെൺകുട്ടി വരുമായിരുന്നു. അവൾ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അവൾ 10-ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ഭാവമൊക്കെ മാറി പേടിയായി. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പറയാം, സാറിന് വെറുതെ പറയാം, 10-ാം ക്ലാസ്സിലെ പരീക്ഷ അറിയാമോ, ഇത്രയും വലിയൊരു പരീക്ഷ എന്തൊരു വിഷമമായിരിക്കും എഴുതാൻ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ടെൻഷൻ എടുക്കും. പരീക്ഷ സമയത്ത് പോയിരുന്നപ്പോഴത്തേക്ക് കൈയെല്ലാം വിറച്ചു. പിന്നെ ടീച്ചറെ കൊണ്ടൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് മുഖമൊക്കെ കഴിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ 1-ാം തരമായിട്ട് മാർക്ക് മേടിച്ച് പാസ്സായി, അത് വേറെ പ്രശ്നം. അവസാനം 12-ൽ ചെന്നു. 12-ൽ ചെന്നപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ ഈ 10-ലൊന്നുമില്ല കേട്ടോ പഠിക്കാൻ, ഒരു കാര്യമില്ല, 10-ലൊന്നും പഠിക്കാനില്ല, പക്ഷേ 12 അങ്ങനെയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്, ഭയങ്കരമാണ് 12 എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ചിരിച്ച് ഇപ്പോഴാണ് മനസ്സിലായില്ലേ 10-ലൊന്നും ഇല്ലയെന്ന്. എന്താ കാര്യം? 10 പാസ്സായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി 10-ലൊന്നും ഇല്ലയെന്ന്. പിന്നെ 12 വലിയ വിഷമാണെന്നാണ് വിചാരം. 12 ചെന്നപ്പോൾ ഇവിടെ പറഞ്ഞു, ലോകത്തിന് ഏറ്റവും വലിയ പരീക്ഷയായി 12 തൊട്ട്, എന്തുമാത്രം പഠിക്കാനല്ല, കടൽ പോലെ എൻ്റെ സാറേ കിടക്കുന്നു, സാറിന് ഇതൊന്നും അറിയാൻ മേല, സാറ് പഠിച്ചപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വഴക്കിന് വരുമായിരുന്നു. അവസാനം 12-ലെ പരീക്ഷ എഴുതി. അവൾ അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേർന്നു, എൻട്രൻസൊക്കെ കഴിഞ്ഞ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ചെങ്ങനെയുണ്ട്, അവൾ പറയാം, എൻ്റെ സാറേ ഈ 12-ലൊന്നുമില്ല കേട്ടോ, ഒരു കാര്യമില്ല ഈ 12 ഞാൻ വെറുതെ ഒന്നും പഠിക്കാനില്ലതേ. ഈ MBBS എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ, എത്ര പഠിച്ച കടൽ പോലെയാണ് കിടക്കുന്നത്, തീരെയല്ല, എന്തെല്ലാം രോഗങ്ങളാണ് എൻ്റെ സാറേ, ഇതെല്ലാം പഠിച്ചു വരണ്ടേ, ഭയങ്കര വിഷമാണെന്നോ. MBBS പാസ്സായി കഴിഞ്ഞപ്പോൾ അവൾ പറയാൻ തുടങ്ങി MD ഏറ്റവും വിഷമം. ഇപ്പോൾ MDയും പാസ്സായി, അമേരിക്കയിൽ ചെന്ന് അമേരിക്കയുടെ MDയും പാസ്സായി. ഇപ്പോൾ അവളവിടെ നല്ല ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എടി ആ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയ സമയത്ത് കൈ വിറച്ചതും തല കറങ്ങിയതും ബോധം കെടാൻ തുടങ്ങിയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്നാ പറഞ്ഞു വരുന്നത്, ഓരോ പരീക്ഷയും ഒരു പരീക്ഷണമാണ്, ഒരു വെല്ലുവിളിയാണ്, ദൈവം തന്നിരിക്കുന്ന ഒരവസരമാണ്. 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എനിക്ക് ദൈവം ഒരു വലിയ അവസരം തന്നിരിക്കുന്നു. എന്താണ് അവസരം? 10-ാം ക്ലാസ് എന്നുള്ള പരീക്ഷ എഴുതി എൻ്റെ കഴിവുകളെല്ലാം അവിടെ പ്രദർശിപ്പിച്ച് എൻ്റെ ശക്തി ഉണർത്താൻ വേണ്ടിയുള്ള ഒരവസരം ദൈവം എനിക്ക് തന്നിരിക്കുക. ദൈവം തന്നിരിക്കുന്ന ഒരവസരമായി വേണം നമ്മളിതിനെ എടുക്കാൻ. അങ്ങനെ 10-ാം ക്ലാസ് പരീക്ഷ നന്നായിട്ട് എഴുതി പാസ്സാകുന്നൊരു കുട്ടിക്ക് 11-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ പഠനം എളുപ്പമാകും. 10-ാം ക്ലാസ് നേരെ പഠിക്കാത്ത കുട്ടിക്കാണ് 11 വിഷമം. 11ഉം 12ഉം പരീക്ഷ എഴുതി കഴിയുന്ന കുട്ടിക്ക് ഡിഗ്രിക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടാകും. അപ്പോൾ പരീക്ഷയെ വെറുക്കുകയല്ല വേണ്ടത്, ഓരോ പരീക്ഷയും ഒരു പരീക്ഷണമാണ്, ഒരു ദൈവം തന്നെ അവസരമാണ്, അതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരീക്ഷ വേണ്ട എന്നൊക്കെ ചില പ്രൊഫസർമാരും ചില വിദഗ്ധന്മാരൊക്കെ പറയാറുണ്ട്. പരീക്ഷ തന്നെ നിർത്തണമെന്ന്. എത്ര പരീക്ഷ നിർത്താൻ പറ്റും? 1-ാം ക്ലാസ് നിർത്താം, 5-ാം ക്ലാസ് വേണേൽ നിർത്താം, വേണേൽ നമുക്ക് 10-ാം ക്ലാസ് നിർത്താം. ഇനി ഒരു ഗവൺമെൻറ് വന്നിട്ട് കുട്ടികൾക്ക് വിഷമാണ്, 12-ാം ക്ലാസ് പരീക്ഷ നിർത്താമെന്ന് തീരുമാനിച്ചു. ശരി, 12-ാം ക്ലാസ് നിർത്താം.
ബാക്കി നിർത്താൻ പറ്റുമോ? ഡിഗ്രിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? MScക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഓരോ ലെവൽ മുകളിലോട്ട് പോകുമ്പോഴും പരീക്ഷകൾ കൂടുതൽ കട്ടിയായ പരീക്ഷകൾ വരും. ലോകത്തെല്ലാം ഉണ്ട് ഈ പരീക്ഷ. എൻ്റെ ഒരു മകൻ്റെ ഭാര്യ കാനഡയിൽ താമസിക്കുന്ന കാലത്ത് അവിടുത്തെ MD പരീക്ഷ എഴുതാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് അതിൻ്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു എന്നാ പരീക്ഷ എന്നൊക്കെ. അപ്പോൾ അവർ ചിരിക്കുക. അവർ ചോദിച്ചു കുട്ടിക്ക് എന്നാ പരീക്ഷ വേണ്ട അന്ന് നടത്തിയേക്കാവെന്ന് പറഞ്ഞു. ഏതാ ഓരോരുത്തർക്കും അന്നേരം പരീക്ഷ നടത്തും നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞ് ചെന്നാൽ. അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷ? അത് നിങ്ങൾ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റ് ഞങ്ങളുടെ ഓഫീസിൽ വന്നാൽ മതി. ഞങ്ങളൊരു കമ്പ്യൂട്ടർ തരും, ഒരു പാസ്വേഡും തരും. അപ്പോൾ എത്ര മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നത്? രാവിലെ 9 മണിക്ക് വന്നാൽ മതി. 9 മണി വരെ തുടങ്ങും. എത്ര മണി വരെ? 9 മുതൽ 4 വരെ ഒറ്റ ഇരിപ്പാണ്. 9 മുതൽ 4 വരെ ഇരുന്ന് പരീക്ഷ എഴുതണം. അതിനിടയ്ക്ക് നിങ്ങൾ ബാത്റൂമിൽ പോകാനും ആഹാരം കഴിക്കാനും ഒരു അരമണിക്കൂർ സമയം ഇടയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ആരും നിങ്ങളെ വന്ന് നോക്കാൻ പോവുകയില്ല. കമ്പ്യൂട്ടർ ചോദ്യം വരും, കമ്പ്യൂട്ടർ ഉത്തരം എഴുതാം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ 6, 7, 8 മണിക്കൂർ ഇരുന്ന് എഴുതേണ്ട പരീക്ഷ ലോകത്തുണ്ട്. അപ്പോൾ പരീക്ഷയിൽ രക്ഷപ്പെടാൻ നമുക്ക് പറ്റുകയില്ല. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് നെസസറി ഈവിൾ എന്നാണ്. അത്യാവശ്യമുള്ള ഈവിളാണ്. അതിന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? രക്ഷപ്പെടാൻ പറ്റുകയില്ല, പിന്നെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാകണം, ഇല്ലേ? അതിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തയ്യാറാകണം. ഇഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭയം എന്താണ്? ഈ പരീക്ഷ എനിക്ക് ജയിക്കാൻ പറ്റുമോ? ഈ പരീക്ഷ പാസ്സാകാൻ മാത്രം ബുദ്ധി എനിക്കുണ്ടോ? അതാണ് സംശയം വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഷില്ലറുടെ കഥ വീണ്ടും ഓർക്കേണ്ടത്. ദൈവം തന്നിരിക്കുന്ന കഴിവുകളെപ്പറ്റി ഓർക്കേണ്ടത്. എന്താണ് കഴിവുകൾ? ചില കുട്ടികൾ വിചാരിക്കുമ്പോൾ എനിക്ക് വലിയ കഴിവൊന്നുമില്ല. ഞാൻ ഈ ധാരാളം കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയും, സാറേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരുമാതിരിയൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. വലിയ ജീനിയസ് ആകാനോ വലിയ മിടുക്കനാകാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇങ്ങനെയാണ് സാധാരണ കുട്ടികളെല്ലാം പറയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? നമ്മൾ ഏത് സ്കൂളിൽ ചെന്ന് ചോദിച്ചാലും കുട്ടികളോട് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു? ഞാൻ കോട്ടയത്തെ ഒരു സ്കൂളിൽ, വലിയ സ്കൂളാണ്, ചെന്ന് മിടുക്കരായ കുട്ടികളാണ്, അവരെ എല്ലാം വിളിച്ചിരുത്തി ഓരോ കടലാസ് കൊടുത്തിട്ട് ചോദിച്ചു നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പകുതി പേരോളം എൻജിനീയർ ആകണം, പകുതി പേരോളം ഡോക്ടറാകണം, അപൂർവം ചെറിയ ആളുകൾ പോലീസുകാരനാകണമെന്നും ഒക്കെ എഴുതി തന്നിട്ടുണ്ട്, ടീച്ചറാകണമെന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇല്ലേ ആ എൻജിനീയർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഹോളിൽ പകുതി കുട്ടികൾ എഴുന്നേറ്റ് തന്നു. ഞാൻ ചേട്ടോ എന്തിനാണോ എൻജിനീയർ ആകുന്നത് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ തലയൊക്കെ ചോദിച്ചു. ആ സാറേ അത് ആ എൻജിനീയറിങ് ആണ് എങ്ങനെയൊക്കെ പാസ്സാകാം. എന്നിട്ടോ പിന്നെ എന്തെങ്കിലും ഒരു പണി കിട്ടും സാറേ. ഞാൻ ചെന്നിട്ടോ അപ്പം നല്ല ശമ്പളമൊക്കെ കിട്ടും സാറേ. എന്നിട്ടോ അപ്പം കല്യാണമൊക്കെ കഴിക്കാം, പിന്നെ ഒരു കാറ് മേടിക്കാം, പിന്നെ വീട് വയ്ക്കാം, എന്നിട്ട് സുഖമായിട്ട് താമസിക്കാം. ഞാൻ ചെന്നിട്ടോ അങ്ങനെ കുറേ നാൾ ജോലി ചെയ്യാം. ഞാൻ ചെന്നിട്ടോ അപ്പോൾ കുറച്ച് നാൾ എന്നിട്ട് വയസ്സാവും. ഞാൻ ചെന്നിട്ടോ അപ്പോൾ പറയാം എന്നിട്ട് ചത്തുപോവും. അപ്പോൾ ഞാൻ എന്നിട്ട് ചത്തുപോകുമോ? ഔവ്വ അല്ല അന്നേരം പിന്നെ എന്തിനാ ഇത്രയും മെനക്കെടുന്നത്? എന്നിട്ട് ചത്തുപോകില്ലേ? ഇത്രയേ ഉള്ളൂ. മിണ്ടുന്നില്ല. ഞാൻ എങ്ങനെയും പാസ്സാകാം അല്ലേ, എന്തെങ്കിലും ഒരു പണി മേടിക്കാം, എങ്ങനെയും കുറേ കാശുണ്ടാക്കാം, ആരെയെങ്കിലും കല്യാണം കഴിക്കാം, തട്ടിമുട്ടി ജീവിക്കാം. ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ കുട്ടികൾ. ഞാൻ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ലോകത്തെ നമ്പർ 1 എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വലിയ പേര് കേട്ട സ്കൂളാണ്. നിങ്ങളിൽ ആരാണ് ലോകത്തെ നമ്പർ 1 എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നത്? അവർ കൈപൊക്കാൻ പറഞ്ഞു. ഞാൻ സത്യം പറയാം, ഒറ്റ കുട്ടി കൈപൊക്കിയില്ല. എന്താ കാര്യം? ലോകത്തെ നമ്പർ 1 എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന കുട്ടികൾ ആരും ആ കൂടെ ഇല്ല. വലിയ മാർക്കുണ്ട് കുട്ടികൾക്കെല്ലാം. പക്ഷേ ദി നമ്പർ 1 എഞ്ചിനീയർ ഇൻ ദി വേൾഡ്
അങ്ങനെ ആകാൻ ധൈര്യമില്ല കുട്ടിക്ക് പറയാൻ. ഞാൻ എഞ്ചിനീയർമാരെയൊക്കെ ഇരുത്തി, ഡോക്ടർമാരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം ബാക്കി പകുതി പിള്ളേർ എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ലോകത്തെ നമ്പർ 1 ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നത്? കൈപൊക്കാൻ പറഞ്ഞു. ആരും കൈപൊക്കിയില്ല. ഹൃദയം മാറ്റിവെച്ച ഡോക്ടർ. അതുപോലെ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടെന്ന് ചോദിച്ചു. ആരുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യത്യാസമായ ലോകത്താണ്. നമ്മൾക്ക് മിടുക്കരായ പോരാ, മനസ്സിലായോ? ഇന്ന് മിടുക്കർക്ക് ഒരു വിലയില്ല. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് മിടുക്കർക്കാണ് വില. മിടുക്കർക്കാണ് വില. നമ്പർ 1 ആകണമെന്നാണ് ഒരു കുട്ടി ആഗ്രഹിക്കേണ്ടത്. എങ്ങനെയും പാസ്സാകാം, എന്തെങ്കിലും പണി മേടിക്കാം എന്നല്ല സ്വപ്നം കണ്ടത്. ഐ ക്യാൻ ബി എ ജീനിയസ്. മനസ്സിലായോ? എനിക്കൊരു ജീനിയസ് ആകാം, എനിക്കൊരു പ്രതിഭാശാലിയാകാം, എനിക്ക് നമ്പർ 1 ആകാം എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിൻ്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കുമെന്ന്, അല്ലേ? അല്ലേ? ആ, നമുക്ക് വിശ്വാസം വേണം ആദ്യം. വെറുതെ വിശ്വസിക്കാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പറയുന്നതിൻ്റെ പുറകിലൊരു വലിയ തത്വമുണ്ട്. എന്താ തത്വം എന്നറിയാമോ? ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും വേണമെന്ന് വിചാരിച്ചാൽ നമ്പർ 1 ആകാനുള്ള കഴിവ് ആ കുട്ടിയിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണ് പ്രശ്നം. എങ്ങനെ കിടക്കുന്നു? എങ്ങനെ കിടക്കുന്ന അവിടുന്ന്? ഉറങ്ങിക്കിടക്കുന്നു. വെറുതെ പറയുന്നതല്ല ഇത്. അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ഇങ്ങനെയൊരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്താനായി കുട്ടികൾ ശ്രമിക്കുന്നില്ല. എനിക്ക് കഴിവുണ്ട്, ഞാൻ നമ്പർ 1 ആകും, എനിക്കൊരു ജീനിയസ് ആകാൻ പറ്റും, എനിക്ക് നമ്പർ 1 ആകാൻ പറ്റും, ഏറ്റവും ഉയർന്ന നിലയിൽ എത്താൻ പറ്റും, ദൈവമേ എനിക്കതിന് ശക്തി തരണേ എന്ന് വേണം എന്നും പ്രാർത്ഥിക്കാൻ. അല്ലാതെ ദൈവമേ എങ്ങനെയും എന്നെ ഒന്ന് പാസ്സാക്കണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെ എൻ്റെ എല്ലാ കഴിവുകളും വളർത്തി ഏറ്റവും ഉന്നതമായ നിലയിൽ എനിക്ക് എത്താനുള്ള ശക്തി ദൈവമേ എനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നൊരു കള്ളം പറയുകയല്ല നിങ്ങളോട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഏത് വിഷയത്തിലാണെന്നറിയോ? മനുഷ്യൻ്റെ കഴിവിനെ പറ്റിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന വിഷയം നമ്മളുടെ ഈ തലയിലിരിക്കുന്ന തലച്ചോറിനെ പറ്റിയാണ്, ബ്രെയിനിനെ പറ്റിയാണ്. നിങ്ങളുടെ എല്ലാം തലയ്ക്കകത്ത് ഇരിപ്പുണ്ട് ഈ ബ്രെയിൻ, അല്ലേ? അല്ലാതെ തല ശൂന്യം എല്ലാവരുടെയും. വലിയൊരു രഹസ്യം ഞാൻ പറയാം. നിങ്ങളെക്കാൾ എത്രയോ ചെറിയൊരു ജീവിയാണ് ഒരു തേനീച്ച. തേനീച്ച വളർത്തുന്ന കുട്ടികൾക്കെല്ലാം തേനീച്ചയുടെ പെരുമാറ്റമൊക്കെ അറിയാം. തേനീച്ചക്കൂട്ടിനകത്ത് ഒരു റാണിയുണ്ട്, മുട്ടയിടുന്ന പെണ്ണാണ്. പിന്നെയുള്ളതെല്ലാം ജോലിക്കാരികളാണ്. ഇപ്പോൾ 40,000 പേരുണ്ടെങ്കിൽ ഒരു റാണി കാണും, ബാക്കി ഒരു 50 ആണുങ്ങൾ കാണും. മടിയന്മാർ, ശുദ്ധ മടിയന്മാരാണ്. മനുഷ്യരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, തേനീച്ച കാര്യമാണ്. നിങ്ങൾ വഴക്കിന് വരരുത്. ബാക്കി എല്ലാവരും വർക്കേഴ്സാണ്, പെണ്ണുങ്ങൾ. അവരാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവരുടെ ഭരണമാണ് അവിടെ. ഈ തേനീച്ചക്കുട്ടി ജനിക്കുന്നൊരു വർക്കർ മരിക്കുന്നവരെ ഈ കൂടിന് വേണ്ടി പ്രവർത്തിക്കും, രാപകൽ വർക്ക് ചെയ്യും. തേനീച്ചക്കൂട്ടിൽ 30,000-40,000 കുഞ്ഞുങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ശകലം വൃത്തികേട് എന്തെങ്കിലും കിടന്നാൽ എല്ലാത്തിനും രോഗം ഉണ്ടാകും, സാംക്രമിക രോഗം ഉണ്ടായി മരിച്ചു പോകും. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ 24 മണിക്കൂറും വൃത്തിയാക്കൽ പരിപാടി നടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടല്ല, മനുഷ്യരുടെ കൂട്ടല്ല. നമ്മളൊരു കോഴിയൊക്കെ മേടിച്ച് കൊന്ന് ഇറച്ചി എടുത്തിട്ട് വേസ്റ്റ് എല്ലാം കൊണ്ട് കൂട്ടിലിട്ട് റോഡിൽ കൊണ്ട് എറിയും, മാലിന്യം വലിച്ചെറിയും. തേനീച്ചക്കൂട്ടിൽ അങ്ങനെയല്ല, നിരന്തരം പ്രവർത്തിച്ച് കൂട് ഏറ്റവും വൃത്തിയായിട്ട് വയ്ക്കും. പിന്നെ ഈ പറന്ന് എവിടെയെങ്കിലും പോയി ഒരു മരത്തിൽ തേനുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ആ വിവരം ഡാൻസ് ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കും. ബീ ഡാൻസിങ് എന്ന് പറയും. എന്നിട്ട് ഇവരെല്ലാം കൂടെ ഈ തേൻ ശേഖരിച്ച് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വരാത്ത ആളുകൾക്കും കുറേശ്ശെ തേൻ കൊടുക്കും. തേൻ കൊടുക്കുന്ന കുടിക്കാനല്ല, ഈ തേനിനെ, ഈ പൂന്തേനിനെ തേനാക്കി മാറ്റാനാണ്. പൂന്തേനിന് പറയുന്നത് നെക്ടർ എന്ന് പറയും.
തേനിൻ്റെ പേരിനാണ് ഹണി. പൂന്തേൻ തേനാക്കി മാറ്റാനുള്ള സൂത്രം തേനീച്ചയ്ക്കറിയാം. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് പൂന്തേൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ സ്കൂളിലെ സാറന്മാരെ, കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരില്ലേ, അവരുടെ അടുത്ത് കൊണ്ട് കൊടുത്ത് അതിനെ ഒന്ന് തേനാക്കി തരാൻ പറഞ്ഞാൽ, നിങ്ങൾ ആ സാറിൻ്റെ അടുത്ത് ഈ പൂന്തേനുമായിട്ട് ചെന്നാൽ ഈ വിവരവും പറഞ്ഞാൽ ആ സാർ ഒരാഴ്ച ലീവ് എടുക്കും. എന്താ കാര്യം? സാറിന് അറിയാൻ മേല. പൂന്തേൻ തേനാക്കുന്ന വരി ആർക്കറിയാവുന്നത്? തേനീച്ചയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുപോലെ തേനീച്ചക്കൂട്ടൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഒരു പ്രത്യേകമായ ആഹാരം കൊടുത്ത് റാണിയാക്കി മാറ്റാനുള്ള സൂത്രം തേനീച്ചയ്ക്കറിയാം. 30,000 കുഞ്ഞുങ്ങൾ പുതുതായിട്ടുണ്ടായാൽ അതിലൊരു കുഞ്ഞിനെ സെലക്ട് ചെയ്ത് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു ആഹാരം കൊടുത്ത് റാണിയാക്കും. നേരെ മറിച്ച് ബാക്കി എല്ലാവരെയും വേറൊരു ആഹാരം കൊടുക്കും. ശകലം റോയൽ ജെല്ലിയും ബാക്കി പൂമ്പൊടിയും കൊടുത്ത് പെണ്ണുങ്ങളാക്കും, വർക്കേഴ്സ്. 10-50 പേരെ വേറൊരു ആഹാരം കൊടുത്ത് ആണുങ്ങളാക്കും. നമ്മുടെ വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ പ്രത്യേകം ആഹാരം കൊടുത്ത് ഒരാളെ എൻജിനീയർ ആക്കുക, ഒരാളെ പാട്ടുകാരനാക്കുക. നമുക്കറിയാൻ മേല. പക്ഷേ തേനീച്ചയ്ക്കറിയാം. ഇത്ര ബുദ്ധിയാണ് തേനീച്ചയ്ക്ക്. അത്രയേറെ ബുദ്ധിയുള്ള ഈ തേനീച്ചയ്ക്ക് ഈ ബുദ്ധിക്കെല്ലാം കാരണം ആ തേനീച്ചയുടെ ഈ ചെറിയ തലയ്ക്കകത്ത് ഉള്ള ഈ ബ്രെയിനിൻ്റെ കഴിവാണ്, തലച്ചോറിൻ്റെ കഴിവാണ്. ആ ബ്രെയിനിൻ്റെ അകത്ത് നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. ബ്രെയിനിൻ്റെ കോശങ്ങളുടെ പേരാണ് ന്യൂറോൺ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ന്യൂറോണിന് ശാഖകളുണ്ട്. ആ ശാഖകൾ ഉപയോഗിച്ച് മറ്റ് ന്യൂറോണുമായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടാകും. അങ്ങനെ ഒരു ന്യൂറോണൊരു കൊച്ചു കമ്പ്യൂട്ടറാണ്, മൈക്രോ കമ്പ്യൂട്ടറാണ്. അങ്ങനെ എത്ര ന്യൂറോൺ, എത്ര കമ്പ്യൂട്ടർ ഉണ്ടെന്നറിയാമോ ഒരു തേനീച്ചയുടെ തലയ്ക്കകത്ത്? തേനീച്ച വളരെ ചെറിയ തലയാണ്, പക്ഷേ ആ തലയ്ക്കകത്ത് 10 ലക്ഷം ന്യൂറോണുണ്ട്. 10 ലക്ഷം ന്യൂറോൺ, 10 ലക്ഷം മൈക്രോ കമ്പ്യൂട്ടർ ഒന്നിച്ചു വച്ചിരിക്കുന്ന ഒരത്ഭുതകരമായ കമ്പ്യൂട്ടറാണ് ഈ തേനീച്ചയുടെ തല. ദൈവത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിയാണ് ഈ തേനീച്ചയുടെ ബ്രെയിൻ. കണ്ടോ? 10 ലക്ഷം ന്യൂറോൺ ഇരുന്ന് 10 ലക്ഷം കൊച്ചു കമ്പ്യൂട്ടർ ഇരുന്ന് ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് തേനീച്ചയ്ക്ക് പൂന്തേൻ തേനാക്കാൻ അറിയാവുന്നത്. ഇത് തേനീച്ചയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല. അപ്പം തേനീച്ചയുടെ തലയിൽ 10 ലക്ഷം ന്യൂറോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ എത്ര കാണും? എത്ര കാണും? ഞാനിവിടെ ഒരു സർക്കാർ സ്കൂളിൽ ചെന്നൊരു പ്രൈമറി സ്കൂൾ കുട്ടികളോട് ചോദിച്ചു. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളേ ഉള്ളൂ. എടാ ചോദിച്ച ഉടനെ ഒരുത്തൻ ചാടി എഴുന്നേറ്റു. അങ്കിൾ, തേനീച്ച തലയിൽ എത്രയുണ്ട്? ഞാൻ പറഞ്ഞു 10 ലക്ഷം. 1 മില്യൺ എന്ന് ഇംഗ്ലീഷിൽ പറയും 10 ലക്ഷത്തിന്. 1 എഴുതി 6 പൂജ്യം ഇടണം. അപ്പോൾ അവൻ ചോദിച്ചു, ഓ തേനീച്ച തലയിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ, 4ാം ക്ലാസ്സുകാരാണ് കേട്ടോ, തേനീച്ച തലയിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ എൻ്റെ തലയിൽ അതിൽ കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞാൽ എങ്ങനെ അറിഞ്ഞടാ ഇത് നീ? അല്ല, അതെന്നാ കാര്യം എന്നറിയോ? എൻ്റെ സാറേ കണക്കിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഉത്തരക്കടലാസുമായിട്ട് വീട്ടിൽ ചെല്ലും. 50 ഒരിക്കലും 50 കിട്ടിയിട്ടില്ല. 35, 36, 37 ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേ 40 വരെ കിട്ടിയിട്ടുണ്ട്. 40 കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേ അമ്മ ഇത് നോക്കും. നോക്കിയിട്ട് പറയും, അല്ലേലും നീ ഒരു മണ്ടനാടാന്ന് പറയും. അങ്ങനെ കുറേ കൊല്ലമായി അമ്മ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? തേനീച്ച തലയിലുള്ളതിനും കുറച്ച് കുറവാണ് എൻ്റെ തലയിൽ നിന്ന് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഈ ദേവാലയ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ദൈവം നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ ബ്രെയിനിൽ എത്ര ന്യൂറോൺ തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും വിട്ടിരിക്കുന്നത്? ഓരോ ന്യൂറോണും ഞാൻ പറഞ്ഞു ശാഖകളുണ്ട്, ടെൻഡക്കിൾസ് ഉണ്ട്. അത് വെച്ച് മറ്റു ന്യൂറോണെ നെറ്റ്വർക്കിംഗ് സാധിക്കും, കണക്ഷൻ. ബയോളജിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സിനാപ്സസ് എന്ന് പറയും. അങ്ങനെ തേനീച്ചയുടെ 10 ലക്ഷം ന്യൂറോൺ ഉണ്ട്. 1 മില്യൺ. എത്ര കാണും മോളുടെ തലയിൽ? ഒന്ന് പറയാമോ എത്ര കാണുമെന്ന്? ഇനി വന്നേ, മോൾക്ക് പറയാനായിട്ട് ആലോചിക്കാൻ നമുക്ക് സമയം കൊടുക്കും. ദൈവത്തിൻ്റെ ചോദിക്കാം. വാ, ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം.
മറന്നു പോകുന്നതുകൊണ്ടാണ്. തേനീച്ചയുടെ തലയിൽ ദൈവം ആ തേനീച്ച ഉണ്ടാകുമ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ന്യൂറോൺ, ഒരു ന്യൂറോൺ ഒരു കൊച്ചു കമ്പ്യൂട്ടറാണ്, മൈക്രോ കമ്പ്യൂട്ടർ. അങ്ങനത്തെ 10 ലക്ഷം, 1 മില്യൺ, 1.6 അത്രയും ന്യൂറോൺസ് തലയിൽ തയ്യാറാക്കി വെച്ചാണ് ഈ തേനീച്ച ജനിച്ചിരിക്കുന്നത്. ഞാൻ പരിമലക്കാരോട് ചോദിച്ചാൽ നിങ്ങളുടെ തലയിൽ എത്രയുണ്ടെന്നാണ്. ഒരു മോൾക്ക് പറയാൻ ഇപ്പോഴും ധൈര്യം വരുന്നില്ല അല്ലേ. അദ്വൈത് പറഞ്ഞു ശകലം കൂടുതൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മില്യൺ 2 മില്യൺ ഉണ്ട്, 3 മില്യൺ ഉണ്ടോ അത് പറയാൻ അദ്വൈത് ധൈര്യം വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ തലയിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം 1 മില്യൺ അല്ല. തേനീച്ചയുടെ 1 മില്യണാണ്, 10 ലക്ഷം. 2 മില്യണും അല്ല. ഈയിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ചെന്ന് ക്ലാസ് എടുത്തപ്പം പിള്ളേരാരും പറയില്ല എത്രയുണ്ടെന്ന്. അവസാനം തിരുപ്പതി യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അവിടെ ക്ലാസ് കേൾക്കാനിരിക്കുന്നു. ആ ടീച്ചർ എഴുന്നേറ്റ് പറഞ്ഞു, തേനീച്ചറിൽ 1 മില്യൺ ഉണ്ടെങ്കിൽ എൻ്റെ തല 5 മില്യൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞ് കൈയടിക്കാൻ പറഞ്ഞു. കാരണം ടീച്ചർക്ക് 5 മില്യൺ എന്ന് പറയാനുള്ള ധൈര്യം വന്നല്ലോ ഇല്ലേ. അങ്ങനെ കയ്യടിയെല്ലാം മേടിച്ച് ടീച്ചർ സന്തോഷമായിട്ട് അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ടീച്ചറെ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വല്ലാതായി. ടീച്ചർ ചോദിച്ചു, അയ്യോ 5 മില്യൺ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറയാം 5 മില്യൺ അല്ല ടീച്ചറേ എന്ന് പറഞ്ഞു. 6 മില്യൺ ആണോ? അല്ല. 10 മില്യൺ ആണോ? അല്ല. നിങ്ങളുടെ തലയിലുള്ള ന്യൂറോൺസിൻ്റെ എണ്ണം നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ തയ്യാറാക്കി റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം 10 മില്യൺ അല്ല. 100 മില്യൺ അല്ല, 1000 മില്യൺ അല്ല. മനസ്സിലായോ? ഇപ്പോഴാണ് പരിമലക്കാർക്ക് ഉശിറ് വന്നത് അല്ലേ. ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം 1000 മില്യൺ അല്ല. 1000 മില്യനെ വിളിക്കുന്ന പേരാണ് 1 ബില്യൺ. AB 9 പൂജ്യം വന്നിട്ട് അങ്ങനെ 1000 മില്യൺ അല്ല, 1 ബില്യൺ അല്ല. പിന്നെ എത്രയാണ്? നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ തലയിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം മോർ ദാൻ 100 ബില്യൺ. മനസ്സിലായോ? മോർ ദാൻ 100 ബില്യൺ. 10,000 കോടി. മനസ്സിലായോ? 10,000 കോടി ന്യൂറോൺ തയ്യാറാക്കി വെച്ചിട്ടാണ് നിങ്ങളുടെ ജനനം. അദ്വൈതത്തിന് മനസ്സിലായോ? ജനിച്ചപ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ തലയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം 10,000 കോടി. ഒറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? ഈ സാധനം അവിടെ ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. ഇത്രയും വലിയൊരു സൂപ്പർ 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 കമ്പ്യൂട്ടർ ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷേ ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് അച്ഛനെ അമ്മയെ വിളിക്കണം. എന്നിട്ട് അച്ഛനെ വലത്ത് വശത്ത് ഇരിക്കണം, അമ്മ ഇടത്ത് വശത്ത് ഇരുത്തണം, അല്ലെ തിരിച്ചിരുത്തണം. രണ്ടുപേരെയും പിടിച്ചോണം. ഓടും അവർ. പിടിച്ചോണം. പിടിച്ചിട്ട് അച്ഛൻ അമ്മയെ ഒരു വിശേഷം പറയാനാണ് വിളിച്ചതെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, എന്താണ് ആ വിശേഷം, അല്ലെ എന്താണ് ഈ വിശേഷം എന്ന് ചോദിക്കും. അതെ, നിങ്ങളുടെ വീട്ടിലൊരു സൂപ്പർ കമ്പ്യൂട്ടറുണ്ട്. നമ്മുടെ വീട്ടിൽ സൂപ്പർ കമ്പ്യൂട്ടറും ഉണ്ട്. എവിടെ ഇരിക്കുന്നു? ദേ നടുക്കിരിക്കുന്നു, ദേ നടുക്കിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അവർ അത്ഭുതപ്പെടും. നീ എന്തോന്നായി പറയുന്നത്? അപ്പോൾ ശിവദാസ് സാറ് കോട്ടയത്ത് നിന്ന് ഈ കാര്യം പറഞ്ഞു എന്ന് പറയണം. അവിടെ നിർത്തരുത്. അപ്പോൾ അവർ ചോദിക്കാം, ഇത്രയേ ഉള്ളോ, എന്നാൽ ഞങ്ങൾ ഏറ്റു പൊക്കോട്ടെ ചോദിക്കും. പോകരുത്, അവിടെ നിർത്താൻ പറയണം, വിടരുത് അവരെ. എന്നിട്ട് പറയണം, പിന്നെ ഒരു രഹസ്യവും കൂടെ ഞാൻ പറയാം. അപ്പോൾ അവർ ചോദിക്കും, അതെന്താ രഹസ്യം? അല്ല, അത്തരം വേറെ 2 സൂപ്പർ കമ്പ്യൂട്ടറാണ് എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുന്നത്. ഏതാ? അച്ഛനും അമ്മയും. അച്ഛനറിയാൻ മേലെ വിവരം, അമ്മയ്ക്കറിയാൻ മേലെ വിവരം. അച്ഛനും അമ്മയ്ക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് എന്ത് പറ്റി? മക്കൾക്കും അറിയാൻ മേല. ഞാൻ വെറുതെ അല്ല തുടക്കത്തിൽ പറഞ്ഞത്,
യു ആർ എ പൊട്ടൻഷ്യൽ ജീനിയസ്. മനസ്സിലായോ? നിങ്ങളൊരു ഉറങ്ങുന്ന ജീനിയസാ. ഉറക്കമാ. കമ്പ്യൂട്ടർ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ സ്വിച്ച് എവിടെയാണെന്ന് അറിയാൻ മേല. വല്ല പ്രയോജനമുണ്ടോ? വീട്ടിൽ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, ഒറ്റ കുഴപ്പമുള്ളൂ, സ്വിച്ച് അറിയാൻ മേല, പ്രോഗ്രാം ചെയ്യാൻ അറിയാൻ മേല, ഒരു പ്രയോജനമില്ലേ? അപ്പോൾ ഇന്നിവിടെ വന്ന യോഗത്തിന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നിങ്ങൾക്കുണ്ടാകേണ്ട എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൃഷ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ്. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ജീനിയസ് ആകാനുള്ള എല്ലാ കഴിവുകളും കൊണ്ടാണ്. ആ കഴിവുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് 10,000 കോടി ന്യൂറോൺ. മനസ്സിലായോ? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? യു ഹാവ് ടു ഡിസ്കവർ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയണം. തിരിച്ചറിയാനുള്ളൊരു മീറ്റിംഗാണ് നമ്മുടെ ഇത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കാര്യം എനിക്കും അറിയാൻ വരായിരുന്നു. മനസ്സിലായില്ലേ? ഉള്ള സത്യമാണ് ഞാൻ പറയുന്നത്. MSc പാസ്സായി CMS കോളേജിൽ പഠിപ്പിക്കാൻ വരുമ്പോഴും എനിക്കറിയാൻ മേല ഞാനിങ്ങനെ സൂപ്പർ കമ്പ്യൂട്ടർ ചുമന്നാണ് നടക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ എഴുതാൻ തുടങ്ങി. ഒരു 10-30 പുസ്തകമൊക്കെ എഴുതി. എനിക്കൊരു വലിയ നാഷണൽ അവാർഡ് കിട്ടി. ആ അവാർഡ് മേടിക്കാൻ ഞാൻ പോയിരിക്കുമ്പോൾ ഈ അവാർഡ് തരാൻ വന്നിരിക്കുന്നത് അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ CV രാമൻ്റെ ശിഷ്യൻ മലയാളിയായ ഡോക്ടർ PR പിഷാരടിയായിരുന്നു. വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു, വലിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോഴേ ഇദ്ദേഹത്തെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രൊഫസർ, യു ആർ ഡൂയിങ് വണ്ടർഫുൾ തിങ്സ്, ബട്ട് യു വിൽ ബി ഏബിൾ ടു ഡു മോർ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. എൻ്റെ പേര് എന്താണെന്നറിയോ? അവാർഡ് തരാൻ വന്നിരിക്കുന്ന പുള്ളിയല്ലേ. അപ്പോൾ അവാർഡ് തരാൻ വന്നിരിക്കുന്ന പുള്ളിയുടെ ജോലി എന്താണ്? ഞാൻ വലിയ ആളാണെന്ന് പറയണം. വെറുതെ പറയുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ അനങ്ങിയില്ല. ശകലം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പ്രൊഫസർ, യു വിൽ ബി ഏബിൾ ടു ഡു മോർ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു അനക്കമില്ല. ഞാനൊരു പൊട്ടൻ്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയൊക്കെ മനസ്സിലായി ഞാനൊരു പൊട്ടനാണെന്ന്. മനസ്സിലായില്ലേ? കാരണം ഒരു വികാരമില്ല എൻ്റെ മുഖത്ത്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കയ്യോലോട്ട് കയറി പിടിച്ചു. പിടിച്ചിട്ട് എന്നെ നേരെ സൂക്ഷിച്ച് നോക്കി. 80 വയസ്സുള്ള CV രാമൻ്റെ ശിഷ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ സയൻസ് അഡ്വൈസർ, അത്ര മഹാനായ വ്യക്തിയാണ് എൻ്റെ കയ്യെ കയറി പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, പ്രൊഫസർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു, ഇല്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് ഇപ്പോഴേ? ഞാൻ പറഞ്ഞു 10-35 പുസ്തകം എഴുതിയിട്ടുണ്ട്. 10-35 പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 10-20 കൊല്ലമായിട്ട് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി സ്ഥലത്ത് പോയി പ്രസംഗിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സകല കഴിവ് ഉപയോഗിച്ച് കഴിഞ്ഞു എന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയാം, അതേ സാർ എന്ന് പറഞ്ഞു. സത്യമാണ്, അതേ സാർ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രൊഫസർ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് that you have utilized only less than 10% of your brain. മനസ്സിലായോ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രൊഫസറെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആകെ കഴിവിൻ്റെ 10% താഴെ മാത്രമേ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഞെട്ടിപ്പോയി ഇത് കേട്ടിട്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടില്ല, മുറുക്കി പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞു, പ്രൊഫസർ, the whole of 90% is remaining to be utilized. ബാക്കി 90% കിടക്കുകയാണ്. എന്തിന്? ഇനി ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞ് കയ്യെ വിട്ടില്ല. വളരെ ഗൗരവത്തിൽ എന്നോട് പറഞ്ഞു, പ്രൊഫസർ, യു ഷുഡ് ഡിസ്കവർ യുവർ സെൽഫ്. മനസ്സിലായോ? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യു ഷുഡ് ഡിസ്കവർ യുവർ സെൽഫ്. നിങ്ങളെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എന്താണ്? ദൈവമേ, അസാധാരണമായ ശേഷികളിലൂടെയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശേഷികൾ ഉണർത്താനും വളർത്താനും അങ്ങനെ ഏറ്റവും ഉന്നതമായ നിലയിലെത്താനുമുള്ള
ശക്തി, ആത്മവിശ്വാസം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പ്രാർത്ഥിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പതുക്കെ വളർന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏത് പരീക്ഷയും നേടാനുള്ള ശക്തി കിട്ടും. ഒരു പരീക്ഷ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാര്യം? നിങ്ങളല്ല ലോകത്തിൽ ആദ്യമായിട്ട് ഈ പരീക്ഷ എഴുതിയവർ. 10ാം ക്ലാസ്സിലെ പരീക്ഷ എത്രയോ ലക്ഷം ആളുകൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇനി എത്രയോ ലക്ഷം ആളുകൾ എഴുതും. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ പരീക്ഷ നിങ്ങൾക്ക് നേരിടാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഉള്ള സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം. ടൈം മാനേജ്മെൻറ്റ് നടത്തണം. നിങ്ങൾക്കുള്ള സമയം നിങ്ങൾ വർക്കിംഗ് ഡേയിലും ഹോളിഡേയിലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കണം. എത്ര മണിക്ക് എഴുന്നേക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ഇന്ന ആഴ്ച കൊണ്ട് ഫിസിക്സ് തീർക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി തീർക്കും, അല്ലെങ്കിൽ കണക്ക് തീർക്കും, പ്ലാനിങ് ഉണ്ടാക്കണം. അങ്ങനെ 2 ടൈം ടേബിൾ വേണം. ഹോളിഡേക്ക് ഒരെണ്ണം, വർക്കിംഗ് ഡേക്ക് ഒരെണ്ണം. ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യണം. ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്ന് വെറുതെ ശിവദാസ് സാറിന് പറയാം ഇല്ലേ? പക്ഷേ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ കുറച്ച് വിഷമമാണ്. ഇപ്പം ഞാൻ വെളുപ്പിൽ 5 മണിക്ക് എഴുന്നേക്കണമെന്ന് തീരുമാനിക്കും. ഞാൻ വലിയ ഉറക്കക്കാരനായിരുന്നു കൊച്ചിൽ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കുന്ന സമയത്ത് വെളുപ്പിന് 5 എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് എഴുന്നേക്കാലും ഉണരുകയില്ല. അപ്പോൾ എന്നെ വന്ന് വിളിച്ചുണർത്തും, വഴക്കൊണ്ട് പറയും, തട്ടി മുട്ടിയൊക്കെ ഒരു തരത്തിൽ പൊക്കുന്നത്. അങ്ങനെ വിളിക്കില്ല, ഞാൻ ആ ദിവസം ഉണരുകയില്ല. പക്ഷേ ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ ഹോസ്റ്റലിൽ താമസം തുടങ്ങി. വെളുപ്പിന് 5 മണിക്ക് എന്നെ തട്ടിപ്പൊക്കാൻ ആരുമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാകപ്പാടെ കുഴയുമെന്ന്. അപ്പോൾ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കണം തീരുമാനിച്ച് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ അപ്പോൾ അതുപോലെ 5:30 ഉണർന്നില്ല 5-ന്. പക്ഷേ 2 ദിവസം ഉണരാൻ പറ്റാത്തപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഇത് ഒക്കെ നോക്കി, ആലോചിച്ചു, ചിന്തിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സ് വേദനിക്കുന്ന നേരത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിങ്ങനെ പോയാൽ ഒക്കുകയില്ല, എനിക്ക് 5 മണിക്ക് ഉണരണം, ഞാൻ നാളെ 5 മണിക്ക് ഉണരും എന്ന് ഞാൻ എന്നോട് സ്വയം പറയാൻ തുടങ്ങി. നിശബ്ദമായിട്ടാണ് പറച്ചിൽ, വേറെ ആരും കേൾക്കുന്നില്ല. ഹോസ്റ്റലിൽ മുറിക്കകത്ത് വേറെ ആരുമില്ല. ഞാൻ എന്നോട് തന്നെ പറയാം, ദൈവമേ ഞാൻ ഉണരും, തീർച്ചയായിട്ടും ഉണരും, 5 മണിക്ക് ഉണരും, നാളെ ഉണർന്നിരിക്കും എന്ന് പറഞ്ഞു. കിടന്നു. അന്നും കുറച്ച് 5 കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഉണർന്നു. പക്ഷേ ഒരു 10 ദിവസം ഞാനിങ്ങനെ പറഞ്ഞു. ഓട്ടോ സജഷൻ എന്ന് പറയും, മനഃശാസ്ത്രത്തിലുള്ളതാണ്. ഓട്ടോ സജഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ കഴിവായത്. എൻ്റെ മനസ്സ് വേദനിച്ച് ഞാൻ പറയുകയാണ്, ദൈവമേ എനിക്ക് 5 മണിക്ക് ഉണരണം എന്ന് പറഞ്ഞാൽ 10 ദിവസം പറഞ്ഞു കഴിയുമ്പോൾ തന്നെത്താനെ നമ്മൾ ഉണരും. ആരും വിളിക്കണ്ട. എന്താ കാര്യം? ഈ സൂപ്പർ കമ്പ്യൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. അവൻ അലാം വയ്ക്കും. എന്നിട്ട് 5 മണിക്ക് നിങ്ങളെ തന്നെത്താനെ ഉണർത്തും. എനിക്ക് വയസ്സ് 80 മനസ്സിലായോ? പക്ഷേ എല്ലാ ദിവസവും ഞാൻ കൃത്യം 5 മണിക്ക് ഉണരും. ഇപ്പോഴും പണ്ട് പഠിച്ച ട്രെയിനിങ് ആയത്. കൃത്യം 5 മണിക്ക് ഉണരും. ആരും വിളിക്കണ്ട. ഉണർന്നാൽ 1 മണിക്കൂർ ഞാൻ യോഗ ചെയ്യും. 6 മണിയാകുമ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായി എവിടെയാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റെഡിയാണ്. കാരണം ഈ കൃത്യമായിട്ട് എഴുന്നേറ്റ് ചിട്ടയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം പ്രൊഫസർ പിഷാരടി പറഞ്ഞു, യു ഷുഡ് ഡിസ്കവർ യുവേഴ്സെൽഫ് എന്ന് പറഞ്ഞത് ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ. അങ്ങനെ പ്രയോഗിച്ച് 35 പുസ്തകം എഴുതിയത് ഞാൻ ഈ കാലങ്ങൾ കൊണ്ട് ഏകദേശം 200ഓളം പുസ്തകം എഴുതി. മനസ്സിലായോ? ഞാൻ വലിയ മെടുക്കനായിട്ടല്ല. എന്താണ്, എനിക്ക് ദൈവം തന്ന കഴിവ് ഞാൻ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ചിലർ ഉപയോഗിക്കുകയില്ല. ഒരേ വീട്ടിൽ 2 പിള്ളേർ, ഒരാൾ നല്ല ഉയർന്ന നിലയിൽ പോകുന്നു, മറ്റേയാൾ വഴിയെ തെണ്ടി നടക്കുന്നു. വലിയ പ്രൊഫസർമാരുടെ മക്കൾ പോലും പഠിച്ച് പാസ്സാകാതെ വഴിയെ തെണ്ടി നടന്ന് വഴിയിൽ ഉരുട്ടി വീട് മരിച്ച കഥ എനിക്കറിയാം. എന്താ കാര്യം? അവൻ കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല, വേണ്ടാത്ത വിധത്തിൽ ഉപയോഗിച്ചു. അതാ കാരണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും
ഏറ്റവും നല്ല നിലയിൽ പോകാനുള്ള എല്ലാ അവസരവും ഈ ലോകത്തുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വല്ലാത്ത യുഗത്തിലാണ്, മിടുക്കന്മാരുടെ യുഗമാണ്. ഈ യുഗത്തിനെ ഇൻഫർമേഷൻ റെവല്യൂഷൻ്റെ യുഗം എന്നാണ് പറയുന്നത്. അറിവിൻ്റെ യുഗം. അറിവിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അറിവ് വളർന്നുകൊണ്ടിരിക്കുക, അറിവ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പടിഞ്ഞാറുകാർക്കറിയാം, ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് ഒരുതരം പുല്ലുണ്ട്, പടപ്പം പുല്ലെന്ന് പറയും. അത് പിന്നെ ഈ കുളത്തിൻ്റെ ഒരു മൂലരക്കാൻ ഉണ്ടായാൽ അവൻ പടന്ന് ആ കുളം മുഴുവൻ മൂടും. നമ്മൾ ഒരറ്റത്ത് പിടിച്ചാൽ എല്ലാം കുടഞ്ഞ് വരുന്ന കാണാം. പരസ്പരം ബന്ധിപ്പിച്ച് ഇതുപോലെയാണ് സയൻസും എല്ലാ വിജ്ഞാന ശാഖകളും. ഏത് വിജ്ഞാനം എടുത്താലും ഇങ്ങനെയാണ്. അത് വളർന്ന് പരസ്പരം ബന്ധപ്പെട്ട് ദിവസവും നിമിഷവും വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ വിശ്വസിക്കില്ല ഇത് വളരെ ആ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ. 10-20 കൊല്ലം മുമ്പ് മൊബൈൽ ഫോൺ നമ്മൾ കേട്ടിട്ടില്ല. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഈ ഹോളിൻ്റെ അത്രയും വലുതായിരുന്നു ഒരു കമ്പ്യൂട്ടർ. ഇപ്പം കമ്പ്യൂട്ടർ പോക്കറ്റിട്ടുണ്ടാക്കാം. നിമിഷം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ വലിയൊരു ലോകമാണ്. ഈ ലോകത്ത് ആരാ ഭരിക്കാൻ പോകുന്ന നാളെ? അമേരിക്കൻ പ്രസിഡൻ്റൊന്നും അല്ല ലോകം ഭരിക്കാൻ പോകുന്നു. പിന്നെയോ ലോകം ഭരിക്കാൻ പോകുന്നത് ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും കഴിവുള്ള, ഏറ്റവും ഇൻഫർമേഷൻ കയ്യിലുള്ള കുട്ടിയായിരിക്കും. ഇതാണ് നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ നോളജ് സൊസൈറ്റി ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു. വലിയ ഭാഗ്യമാണ് അല്ലേ ഇങ്ങനൊരു ലോകത്ത് ജീവിക്കാൻ? ഈ ലോകത്ത് 1-ാം നമ്പർ ആകാനുള്ള എല്ലാ കഴിവുകളും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അത്രയും കഴിവുള്ള കുട്ടികൾ, ഇത്ര വലിയൊരു ലോകത്ത് ജീവിക്കാനുള്ള അവസരം കിട്ടിയ കുട്ടികൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ പേടിക്കാവോ? എന്തൊരു നാണക്കേടാണ് അല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷയും 12ാം ക്ലാസ്സിലെ പരീക്ഷയും ഒന്നുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ എനിക്ക് നേരിടാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ധൈര്യം, ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്ന കുട്ടികളാണ് വിജയിക്കുന്നത്. ലോകപ്രശസ്തമായ മറ്റൊരു കഥയുണ്ട്. ഒരു വലിയ ഗുസ്തിക്കാരൻ ഗുസ്തി പഠിച്ചു. എല്ലാ ഗുസ്തി പരിപാടിയും പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. പഠിച്ച് അവസാനം ഗുരുവിനെ മലർത്തിയടിച്ചു. അത്ര മിടുക്കനായ ഗുസ്തിയിൽ. പക്ഷെ ഒറ്റ ചെറിയ കുഴപ്പമുള്ളൂ. എന്താ കാര്യം അറിയാമോ? എവിടെയെങ്കിലും ഗുസ്തിക്ക് പോയാൽ ഗുസ്തി നന്നായിട്ട് പിടിക്കും, പക്ഷെ അവസാനം തോറ്റു പോവും. ഒന്നാന്തരം ഗുസ്തിക്കാരനാണ്, പക്ഷെ ജയിക്കുകയില്ല. അവസാനം നിരാശനായി ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഗുരുവിനറിയാം ഇവനെല്ലാം അറിയാമെന്ന് പറയാം. അറിയാം. അപ്പോൾ പറഞ്ഞു, ഗുരു എനിക്കിങ്ങനെ എല്ലാം അറിയാം, പക്ഷേ എന്ത് ചെയ്യുന്നു? പരീക്ഷയ്ക്ക് തോറ്റു പോകും ചില പിള്ളേർ. എല്ലാം അറിയാം പക്ഷേ പരീക്ഷയ്ക്ക് പോകും എന്ന് പറഞ്ഞ വരിക. അപ്പോൾ ഗുരു പറഞ്ഞു, അതിന് പ്രശ്നമില്ല, ഞാൻ സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സെൻ ബുദ്ധിസത്തിലെ കഥയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരു പറഞ്ഞു, നീ ഇനി ഒരു ഗുസ്തി പിടിക്കുമ്പം ഗുസ്തി അങ്ങ് തുറക്കുമ്പോൾ നീ വിചാരിക്കണം ഞാനൊരു കൊടുങ്കാറ്റാണെന്ന്. നീ സ്വയമായിട്ട് പറയണം നിൻ്റെ മനസ്സിനോട്, ഞാനൊരു കൊടുങ്കാറ്റാണെന്ന് പറയണം. അങ്ങനെ കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞ് നിൻ്റെ മനസ്സ് സജ്ജമായി നീ ഒരു കൊടുങ്കാറ്റായി മാറും. നിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എനർജി മുഴുവൻ പുറത്തോട്ട് വരാൻ തുടങ്ങും. ധ്യാനിച്ച് ശക്തിയെടുത്ത് ആ ശക്തിയോടുകൂടി നീ ഗുസ്തി പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. എല്ലാം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി മുറി വന്ന് ഗുസ്തിയുടെ രാവിലെ പോകുന്നതിന് കുറച്ച് മുമ്പ് അവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ പറയുന്നത്, ദൈവമേ ഞാനൊരു കൊടുങ്കാറ്റാണ്, ഞാൻ കൊടുങ്കാറ്റായി മാറിപ്പോകാൻ പോവാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റേജ് അങ്ങ് ആയപ്പോഴത്തേക്ക് കൈയെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഏതാണ്? ശരീരത്തിൽ നിന്ന് കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. നേരെ ഗുസ്തി സ്ഥലത്ത് ചെന്നു, ഗുസ്തി പിടിച്ചു. അസാധാരണമായ ആത്മവിശ്വാസം. കാരണം ആരാ ഗുസ്തി പിടിക്കുന്നത്? പഴയ ആളല്ല, കൊടുങ്കാറ്റ്. ആ നിമിഷം കൊണ്ട് ഈ എതിരാളിയെ മറിച്ചിട്ട് കളഞ്ഞു. അങ്ങനെ അദ്ദേഹം ലോകത്തെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും പ്രഗത്ഭനായ ഗുസ്തിക്കാരനായി എന്നാണ് കഥ. അപ്പോൾ ഈ ഞാനൊരു കൊടുങ്കാറ്റാണ് എന്ന് സ്വപ്നം കാണാനും ആ ആത്മവിശ്വാസം വളർത്താൻ തുടങ്ങിയപ്പോഴാണ് ഇയാൾക്ക് ഈ എല്ലാത്തിനും വിജയിക്കാൻ സാധിച്ചത്. ചില കുട്ടികളെല്ലാം പഠിക്കും, പരീക്ഷയ്ക്ക് തോറ്റു പോകും. എന്താ കാര്യം? പരീക്ഷയോടെ വന്നിരിക്കുമ്പം ഞാൻ തോറ്റു പോകുന്നു. ആത്മവിശ്വാസം ഇല്ല. നേരെ തിരിച്ചു വേണം. ഞാൻ ജയിക്കും, ഒന്നാമതായിട്ട് ജയിക്കും, അതിനുള്ള എല്ലാ കഴിവും എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം, ഒരു പ്രാർത്ഥനയോടുകൂടി പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പം പ്രാർത്ഥിച്ചത്. കാരണം ആ പ്രാർത്ഥനയിൽ കൂടി ഉണ്ടാകുന്ന ശക്തി മനഃശാസ്ത്രപരമായി നമ്മളെ ഉത്തേജിപ്പിക്കും. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം.
നേരത്തെ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു, എന്താണ്? ദൈവമേ, എനിക്കുള്ള എല്ലാ കഴിവുകളും ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കണമെന്ന്. ഇപ്പം വേണ്ടൊരു പ്രാർത്ഥനയും ചെയ്യണം. ഈ പരീക്ഷ വരുമ്പോൾ എൻ്റെ എല്ലാ കഴിവുകളും ഉണരും, ഞാനൊരു കൊടുങ്കാറ്റായി, വിജ്ഞാനത്തിൻ്റെ കൊടുങ്കാറ്റായി മാറി പരീക്ഷകളിലെല്ലാം കറക്റ്റായിട്ട് എഴുതി പാസ്സാകും എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനപരിവർത്തനം ഉണ്ടാകണം, മനസ്സ് മാറണം. അങ്ങനെ മനസ്സ് മാറുമ്പോഴാണ് നമുക്കെല്ലാ പരീക്ഷ അനായാസമായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. 10ാം ക്ലാസ്സിൽ എഴുതുന്ന കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, 10ാം ക്ലാസ് ഞാൻ പൂർണ്ണമായിട്ട് വിജയിക്കുന്ന വിശ്വാസത്തിൽ നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 12ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. 12ാം ക്ലാസ്സിൽ ചെല്ലുന്നവർ ഇത് തന്നെ ചെയ്യണം. അപ്പോൾ അവർക്ക് ഡിഗ്രി കോളേജിൽ ഇത് വളരെ എളുപ്പമാവും. ആ തരത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ധൈര്യം, ശക്തി ആർജിച്ചെടുക്കണം. അപ്പോൾ ആർജിച്ചെടുത്താൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തില്ല, എല്ലാം പോസിബിളാണ്. നിങ്ങളെപ്പോലെയുള്ള കുട്ടികളായിരുന്നു പിൽക്കാലത്ത് വലിയ വലിയ സ്ഥാനത്ത് പോയ വലിയ വലിയ ആൾക്കാർ. ഈ പറയുന്ന ഐൻസ്റ്റൈനും മാഡം ക്യൂറിയും മഹാത്മാഗാന്ധിയും എല്ലാം നിങ്ങളെപ്പോലുള്ള കുട്ടികളായിരുന്നു. മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള കഥ കേട്ടില്ലേ? പാവം വലിയ പേടിച്ചു കൂറിയായിരുന്നു. ഒരു ദിവസം അവധത്തി ഇറച്ചി തിന്നു കഴിഞ്ഞപ്പോൾ രാത്രി കിടന്നുറങ്ങാൻ മേല, വയറ്റിൽ നിന്ന് ആട് കരയുന്നതായിട്ട് തോന്നുക. അത്രയേറെ ശക്തിയില്ലായിരുന്നു മഹാത്മാഗാന്ധിക്ക്. പക്ഷേ ആ മഹാത്മാഗാന്ധിയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ ജനകോടികളുടെ ഹൃദയ താളത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും മഹാനായ ഒരു വ്യക്തിയായി മാറി. അപ്പോൾ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി മഹാത്മാഗാന്ധിയായി മാറി. സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോറാണ് മഹാത്മാവെന്ന് വിളിച്ചത്. അപ്പം മോഹൻദാസ് ഗാന്ധി മഹാത്മാഗാന്ധി ആകുന്ന ഒരു പ്രക്രിയയുണ്ട്. ചിത്രശലഭ പുഴു ചിത്രശലഭമാകുന്ന പോലെയാണ്. ഒരു തപസ് ചെയ്യണം ഉള്ളിൽ. ആ തപസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ചിത്രശലഭ പുഴു ചിത്രശലഭമാകുള്ളൂ. ആ തപസ്സാണ് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം. അപ്പം ഇത് ശരിക്ക് ചെയ്ത്, ശരിക്ക് സ്വന്തം കഴിവിനെ വിശ്വസിച്ച്, ശരിക്ക് സമയം ഉപയോഗിച്ച് ടൈം മാനേജ് ചെയ്ത് പോയാൽ ഒരു സംശയവും വേണ്ട, എല്ലാ കുട്ടികളും ഒന്നാം തരമായിട്ട് പാസ്സാവും. ഗ്യാരണ്ടീഡായി സംഗതി. പക്ഷേ ഇത് കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്രെയിനിനൊരു കുഴപ്പമുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടറാണ്, പക്ഷേ അവനൊരു കുഴപ്പമുള്ളവരാണെന്നറിയാവോ? അവന് അതിബുദ്ധിയുണ്ട്. അവൻ നിങ്ങളെ മനസ്സിലാക്കും. സാധാരണ കമ്പ്യൂട്ടർ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ദൈവമേ എനിക്ക് നന്നായിട്ട് പഠിക്കണേ, ഞാൻ പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചില്ല എന്നിരിക്കട്ടെ, ബ്രെയിനിന് മനസ്സിലാകും എനിക്ക് പഠിക്കണം എന്ന് പറയുന്ന കള്ളമാണെന്ന്. അപ്പം നിങ്ങളുടെ മനസ്സ് വേദനിച്ച് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കഴിവുകൾ ഉണരുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പഠനം എളുപ്പമാകുന്നത്. പല കുട്ടികളും പറയും പഠിച്ചത് മറന്നു പോകുന്നു. എന്താ മറന്നു പോകുന്നത്? അയ്യോ, മറവിയാണ് ഏറ്റവും വലിയ പ്രശ്നം സാറേ. എന്നോട് എല്ലാവരും പറയാറുള്ള കാര്യമേ പറയും. അപ്പം ഞാൻ പറയും, എടോ, ഈ മറവിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം മറക്കാനുള്ള കഴിവില്ല, മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമില്ലാത്ത നമ്മുടെ തലയിൽ കയറി വരുന്നുണ്ട് ഓരോ സെക്കൻഡിലും. അതെല്ലാം നമ്മളെ ബ്രെയിൻ മായ്ച്ച് കളയും. അപ്പോൾ ബ്രെയിന് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കഴിവാണ് ഈ മറക്കാനുള്ള കഴിവ്. പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന മറന്നു നോക്കുകയില്ല അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം. ദൈവമേ ഇതെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ്, ഇത് മറക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. പഠിച്ച ഒരു സാധനം തലയിലൊന്ന് റെക്കോർഡ് ചെയ്യും ഈ ബ്രെയിൻ. ടെമ്പററി റെക്കോർഡ് ചെയ്യാം, തൽക്കാലത്തേക്ക്. അരമണിക്കൂർ കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ ഒരു കാര്യം പഠിച്ച കാര്യം 1-2 ദിവസമോ മണിക്കൂറോ കഴിഞ്ഞ് റീക്യാപിറ്റലേറ്റ് ചെയ്യണം, ഓർക്കാൻ നോക്കണം. ഓർക്കാൻ മറന്നു പോകും, വീണ്ടും പഠിക്കണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ ബ്രെയിനിന് മനസ്സിലാകും ഇത് സ്ഥിരമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ബ്രെയിൻ അത് പെർമനൻ്റായിട്ട് റെക്കോർഡ് ചെയ്യും. പെർമനൻ്റായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര പ്രായമായാലും അത് മറന്നു പോവുകയില്ല. അതുപടി ഓർത്തിരിക്കും. എത്ര വർഷം കഴിഞ്ഞെന്ന് വരും, നിങ്ങൾ വേറെ വല്ല ജോലിക്കൊക്കെ പോയെന്ന് വരും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും നിങ്ങൾ ഈ സാധനം മറക്കുകയില്ല. ഇപ്പം ഞാൻ BSc പഠിച്ചത് 56-ലാണ്, 1956. നിങ്ങളാരും ജനിച്ചിട്ടില്ല. അന്നേരമാണ് BSc പഠിച്ചത്. പ്രാക്ടിക്കൽ ഹോളിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ ഒരു ടെസ്റ്റുണ്ട്. അയ്യോ, ഈ ടെസ്റ്റൊക്കെ എങ്ങനെ ഓർക്കുകയെന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം
അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു 60-70 ടെസ്റ്റാണ്. ഒരു പുസ്തകം നടത്തിയ ടെസ്റ്റുകൾ. ഇതെല്ലാം കാണാപ്പണം പഠിക്കാൻ പറ്റൂ. ആദ്യത്തെ 1 മാസം സാറ് പറഞ്ഞ് പുസ്തകം നോക്കി ചെയ്തോളാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് സാറ് പറഞ്ഞ് പുസ്തകമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ കരഞ്ഞു പോയി എല്ലാവരും. ഇതെങ്ങനെ ഓർക്കും? പക്ഷേ ആവശ്യം വന്നപ്പോൾ ഓർക്കാൻ തുടങ്ങി, മറന്നുപോയത് വീണ്ടും ഓർക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് തലയിൽ കയറി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. ഈയൊരു കോളേജിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ എന്നെ കളിയാക്കാൻ ചോദിച്ചു, സാറേ ആ BSc പഠിച്ച ടെസ്റ്റൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് പഠിച്ചതില്ലേ, എത്ര വർഷം മുമ്പ് പഠിച്ചതാണ്, 10-60 വർഷം മുമ്പ് പഠിച്ചാലേ ഓർമ്മയുണ്ടോ? കാർബണിൻ ടെസ്റ്റ് എന്ന് പറയാമോ സാറേ എന്ന് ചോദിച്ചു. തമാശ, ചർച്ചയ്ക്കകത്താ. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കണം. ആ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ബ്രിസ്ക് എഫർവസൻസ് വിത്ത് ദി എവല്യൂഷൻ ഓഫ് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ട്രേഡിങ് ലൈമാട്ടർ മിൽക്കി എന്ന് പറഞ്ഞു. ഇവൻ കിടന്ന് ചിരിച്ചു. എന്താ ഇത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. കാരണം അന്ന് ചെയ്ത് ഈ വാചകം വരെ കിടക്കുക അവിടെ. ഇത് തലേന്ന് മാറ്റാൻ പറ്റിയില്ല നമുക്കിനി. പെർമനൻറ്റ് റെക്കോർഡിങ്. അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചാൽ, അത് പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് ബ്രെയിൻ വീണ്ടും വീണ്ടും അതിനെ റിമൈൻഡ് ചെയ്യും. അങ്ങനെ ഓർത്തോർത്ത് പഠിച്ചാൽ അവസാനം ബ്രെയിനിൽ പെർമനൻറ്റ് റെക്കോർഡിങ് നടക്കും. അങ്ങനെ റെക്കോർഡിങ് നടക്കുന്ന സാധനം ഒരിക്കലും മറക്കുകയില്ല. നിങ്ങളുടെ ഡോക്ടറെ എടുക്കിയിരുന്നു, എന്നിട്ട് പറയാം എൻ്റെ വയറ്റിനൊരു വേദനയാണ്, അല്ലെ ചെവിക്കത്തൊരു പിരിവിരിപ്പാണ്. അപ്പോൾ ഡോക്ടർ പറയാറുണ്ടോ, ഓ ചെവി പിരിവിരിപ്പായില്ലേ, ഞാൻ ആ പുസ്തകം എടുത്തോ നോക്കട്ടെ ചെവിയുടെ കാര്യം എന്ന് പറയാറുണ്ടോ ഏതെങ്കിലും ഡോക്ടർ? അങ്ങനെ പറഞ്ഞാൽ ആ ഡോക്ടർ പൊട്ടരാ അല്ലേ? അപ്പോൾ വയറ്റ് വേദനയാണെന്ന് പറഞ്ഞാലും, ചെവിക്കകത്ത് പിരിവിരിപ്പാണെന്ന് പറഞ്ഞാലും, മുട്ടിന് വല്ലാത്ത ബലം കുറവുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ഡോക്ടർ അന്നേരം അതിനെപ്പറ്റി ആലോചിച്ച് കൃത്യമായിട്ട് മരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ 100 കണക്കിന് അസുഖങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഡോക്ടർ ഓർത്ത് തലയിലിങ്ങനെ വെച്ച് ഈ സൂപ്പർ കമ്പ്യൂട്ടർ അലർട്ടാണ്. അതാണ് കാരണം. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം ധൈര്യമായിട്ട് പരീക്ഷ എഴുതണം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ള വിശ്വാസം സ്വയം ആർജിക്കണം. അങ്ങനെ പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ പരീക്ഷ ജയിക്കുകയുള്ളൂ. ഒരു പരീക്ഷ നിങ്ങൾ നന്നായിട്ട് എഴുതി നന്നായിട്ട് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും അടുത്ത പരീക്ഷ എഴുതാമെന്ന് വരും. അങ്ങനെ ഒരു 10 പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിലുള്ള സകല പരീക്ഷ എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് IAS എഴുതി പാസ്സാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. IAS എഴുതുന്ന തലേദിവസം പ്രിപ്പയർ ചെയ്ത് നോക്കുകയില്ല, എനിക്ക് IAS എഴുതണം. അപ്പോൾ ഇപ്പോഴേ IASൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ ആ പരീക്ഷയൊക്കെ മനസ്സിലാക്കി എഴുതും. ഏറ്റവും വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ UP ആണ്. ആ UP നിന്നാണ് ഏറ്റവും കൂടുതൽ IASകാരുണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ സെൻട്രൽ സെക്രട്ടറി ജോലി കിട്ടുന്ന UPയിലെ കുട്ടികൾക്കാണ്. നമ്മളെ UPയിലെ കുട്ടികളോട് സംസാരിച്ചാൽ മനസ്സിലാകും ആവറേജ് ഇൻ്റലിജൻസേ ഉള്ളൂ. അപ്പോൾ ഇവരെങ്ങനെയാണ് പാസ്സാകുന്ന അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 6ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മുതലേ അവൻ IAS പഠിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അവൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ മുതലേ അവൻ ബാക്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ 8 or 10 കൊല്ലം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ചിട്ടയായിട്ട് പഠിക്കുമ്പോൾ ഒരു ശരാശരി കുട്ടിക്ക് IAS, IPS, IFS, സെൻട്രൽ സെക്രട്ടറി ജോലിയോ ഒക്കെ നേടാൻ സാധിക്കുന്നു. കാരണം എന്താണ്? അവൻ വെൽ പ്രിപ്പയർഡാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പുതിയ അവന്യൂസ് ഉണ്ട്, മേഖലകളുണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട്. അല്ലാതെ പഴയ അവസ്ഥയല്ല. ഒത്തിരി വിജ്ഞാനശാഖകളുണ്ട്. ഗവേഷണം ചെയ്യാനാണെങ്കിൽ എത്ര സയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് ഉദാഹരണം നാനോ സയൻസ് എന്ന് കേട്ടിട്ടില്ല. ഇപ്പം നാനോ ടെക്നോളജിയായി. അതെല്ലാം മെഡിക്കലാണെങ്കിലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഒക്കെ നാനോ ടെക്നോളജി കയറി വന്നിരിക്കുക. എല്ലാ സയൻസും വിജ്ഞാനശാലകളും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരത്ഭുതകരമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് നിങ്ങൾക്ക് ഒത്തിരി അവസരമുണ്ട്. മിടുക്കന്മാർക്ക് വളരെ വളരെ കൂടുതൽ അവസരമാണ്. ഏത് നിലയിലും കയറിപ്പോകാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ദൈവം തന്ന അവസരമാക്കി നിങ്ങളെടുത്ത് ധൈര്യമായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതണം. വിജയം അഷ്വരാണെന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാം. ഇത്രയും നേരം ചോദ്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നാണം കുണുങ്ങിയൊക്കെ ഇരുന്നതുകൊണ്ട് ഇനി നാണം കുണുങ്ങൊക്കെ മാറ്റി പഠനത്തെ പറ്റിയുള്ള സംശയങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആരാദ്യം ചോദിക്കാൻ പോകുന്നത്? ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരു കഥ പറയാം.
അമേരിക്കയിൽ ഒരു ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടി. ഐസക് ഇസഡോർ റാബി എന്നാണ് അയാളുടെ പേര്. നമുക്ക് എളുപ്പത്തിന് ഐസക് എന്ന് പറയാം. അപ്പോൾ ഐസക്കിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ പത്രക്കാർ വളഞ്ഞു. സാറേ, ഈ നോബൽ സമ്മാനം കിട്ടി എങ്ങനെയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഐസക്ക് പറഞ്ഞു, അതിൻ്റെ പുറകിലൊരു കഥയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പത്രക്കാർക്ക് കുറച്ചൊരു താല്പര്യം, എന്താ കഥ എന്ന് ചോദിച്ചു. അത് ഞാൻ ആദ്യത്തെ ദിവസം ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറി. കൊച്ചു പയ്യനാണ്, 5 വയസ്സേ ഉള്ളൂ. അന്നേരം ഞാൻ അകത്തോട്ട് കയറി വരുമ്പോൾ എൻ്റെ വിചാരം അമ്മ എന്നെ ഓടി വരും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ആഹാരം തരുമെന്നൊക്കെ ആയിരുന്നു. അമ്മ കസേര ഇരുന്നാണ്ട് വായിക്കുകയായിരുന്നു. ഞാൻ വാതിലങ്ങോട്ട് തുറന്ന് അകത്തോട്ട് വരിക, അമ്മ അവിടെ കസേരയിൽ അനങ്ങാതെ അവിടെ ഇരുന്ന് ഐസക് ഹൗ മെനി ഗുഡ് ക്വസ്റ്റ്യൻസ് യു ഹാവ് ആസ്ക്ഡ് ടുഡേ എന്ന് ചോദിച്ചു. ഐസക്കെ, നീ ഇന്ന് എത്ര നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇതേ പറയും, എനിക്കൊക്കെ വല്ലാതെ ദേഷ്യം വന്നു. കൊച്ചു പയ്യനല്ലേ, 5 വയസ്സേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ എത്ര ചോദ്യം ചോദിച്ചെന്ന് ചോദിച്ചാൽ ദേഷ്യം വരായിരിക്കും. ഞാൻ അമ്മയോട് പിണങ്ങി നടന്നു അന്നത്തെ ദിവസം കഴിയും. അടുത്ത ദിവസം വന്നു. അടുത്ത ദിവസം വീണ്ടും ക്ലാസ്സിൽ പോയി. തിരിച്ച് വന്ന് ആൾക്കാരോട് കയറി അമ്മ അടുത്ത ഈ ചോദ്യം തന്നെ, ഐസക്കെ, നീ ഇന്ന് എത്ര നല്ല ചോദ്യം ചോദിച്ചു. അവസാനം എന്ത് പറ്റി? കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഐസക്കിന് മനസ്സിലായി, ചോദ്യം ചോദിച്ച കാര്യം അമ്മയോട് പറയാതെ അമ്മ സമ്മതിക്കുകയില്ല. പക്ഷേ ചോദ്യം ചോദിക്കാനിരുന്നപ്പോഴാണ് ചോദ്യം വരുന്നില്ല. അപ്പോൾ ഐസക്കിന് മനസ്സിലായി, ചോദ്യം ചോദിക്കണമെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലേ? ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചെങ്കിലേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. സാറ് പറയുന്ന കാര്യപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചപ്പോൾ സംശയങ്ങളുണ്ടാകാൻ തുടങ്ങി. സംശയങ്ങളുണ്ടാകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, ചോദ്യം ചോദിച്ചാണ് ഞാൻ നോബൽ സമ്മാനം മേടിച്ചത്. ഇതാണ് ചോദ്യം ചോദിച്ചാലുള്ള കുഴപ്പം. നോബൽ സമ്മാനം പുറകെ വരും. കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് പഠനത്തിൽ എന്തുകൊണ്ടാണ് താല്പര്യം കുറയുന്നത് എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം മനസ്സിലായില്ലേ? ഭയങ്കര ആക്റ്റീവാണെന്ന് അർത്ഥം, ഇല്ലേ? അപ്പോൾ ആ ഹൈപ്പർ ആക്ടിവിറ്റി ഉപയോഗിച്ച് അവന് താല്പര്യമുള്ള വിഷയത്തിൽ അവൻ കൂടുതൽ ശ്രദ്ധിച്ച് ആക്റ്റീവാകുക ചെയ്യുന്നത്. ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി ഒരു വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ ഒരു സാധനം വല്ല ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ ചാടി ചെന്ന് ആ TV എടുക്കാൻ പോകുന്നു, അല്ലെ കമ്പ്യൂട്ടർ എടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് പറയും, അയ്യോ എടുക്കല്ലേ മോനെ എന്ന് പറയും. സാധാരണ കുട്ടികൾ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ മോനെ അതേ തുടരലേ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. കാരണം ആദ്യം തുടരുതെന്ന് പറയുന്ന അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഹൈപ്പർ ആക്റ്റീവിൻ്റെ കാര്യം അവൻ അതേ നോക്കുന്ന സമയത്ത് ഇത് എടുക്കണം തീരുമാനിക്കുന്നു. എടുക്കണം തീരുമാനിച്ചാൽ പിന്നെ വേറെ ആലോചനയൊന്നുമില്ല, വേറെ ആരും എന്ത് പറയുന്നില്ല, അത് എടുത്തേ അവൻ മടങ്ങുള്ളൂ. ഒരുതരം ഭ്രാന്ത് അത്. അപ്പോൾ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ മാനസികമായിട്ട് മനഃശാസ്ത്രജ്ഞന്മാരെ ഡീൽ ചെയ്യാൻ ഈ പേരൻസിനെ പഠിപ്പിക്കും. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ കുട്ടിയുടെ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം. ആ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ആ സ്വഭാവം എടുത്തിട്ട് നമുക്ക് വേണ്ട കാര്യത്തിലോട്ട് ഡയറക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് വലിയ വലിയ സ്ഥാനത്ത് വലിയ ജീനിയസുകളായി മാറിയിരിക്കുന്നത്. കാരണം ആ ആക്ടിവിറ്റിയെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പല സ്വഭാവങ്ങൾ ഇതുവരെ കാണും. ഹൈപ്പർ ആക്ടിവിറ്റി സാറ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സ്വഭാവം കാണും, പ്രത്യേകമായ ചില വാസനകൾ കാണും, പ്രത്യേകമായ ചില രീതികൾ കാണും. ആ രീതികളൊക്കെ കുഴപ്പമാണെന്നല്ല വിചാരിക്കേണ്ടത്. ആ രീതികളെ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നന്നായിട്ട് ഉപയോഗിച്ചാൽ, പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ കൊണ്ട് വളരെ പ്രയോജനം കിട്ടും. നിങ്ങളുടെ ഏത് കാര്യത്തിലെയും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കാണാം. ഇപ്പോൾ പരീക്ഷ, അയ്യോ ഇതിന് ന്യൂസൻസ് ആണെന്ന് കാണുന്നതാണ് സാധാരണ രീതി. അല്ല, ഞാൻ പറഞ്ഞ പോസിറ്റീവ് കാര്യമാണ്. പരീക്ഷ എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ്. ഇതുപയോഗിച്ച് ഞാൻ കൂടുതൽ വളരും എന്ന് പറയുന്ന കുട്ടികൾക്ക് പരീക്ഷ വളരെ എളുപ്പമാകും. അപ്പോൾ ജീവിതത്തിൽ പോസിറ്റീവ് തിങ്കിങ് വളർത്തിയെടുക്കണം. അത് വിജയത്തിന് വളരെ പ്രധാനമാണ്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടിയെയും നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ കൂടെ ഹൈപ്പർ ആക്റ്റീവായിട്ട് കുട്ടി ഇരിക്കുമ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് ആ പരിശീലനം സാറിനും ഉണ്ടാകണം, കുട്ടികൾക്കും ഉണ്ടാകണം, മറ്റു കുട്ടികൾക്കും. ഇവരുടെ സ്വഭാവം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളും അവനെ സഹായിക്കാൻ തയ്യാറായാൽ ആ കുട്ടി തീർച്ചയായിട്ടും വളരും. അല്ലാതെ അവനെ ഒറ്റയ്ക്കൊരു മുറി പിടിച്ചിടുകയല്ല വേണ്ടത്. എൻ്റെ പേര് മെർലിൻ. ഞാൻ BMM സീനിയർ സെക്കൻഡറി സ്കൂൾ പാമ്പാടിയിൽ നിന്ന് വരുന്നു. 11th
ഗ്രേഡറാണ്. സാറിൻ്റെ ചോദ്യം, സാർ പറഞ്ഞിരുന്നു നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്കൊരു കാര്യം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു കൺവിക്ഷൻ നമ്മൾ ഉണ്ടാവണമെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് വേണമെന്ന് ആവശ്യമുള്ളതാണോ? അതായത് ഒരു ടൈമിംഗ് വേണം, ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിലേ അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ശരിക്കും? ഇത് രണ്ട് വിധത്തിലുണ്ടാകാം. ഒന്ന്, മോള് പറയുന്ന പോലെ ചില ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാം യാദൃശ്യമായിട്ട്. പക്ഷേ അങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിക്കുമെന്നും പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ പറ്റുമോ? പറ്റുകയില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇപ്പം കാട്ടാളനായിട്ട് നടന്ന ഒരാൾ ആണ് വാൽമീകിയായത്. അത് യാദൃശ്യമായിട്ട് നടന്ന ഒരു സംഭവം അവിടെ. പക്ഷേ നമ്മളങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, എനിക്ക് ഈ നിലയിൽ ഉയരാൻ സാധിക്കുമെന്ന്. അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഇതിൻ്റെ ശാസ്ത്രീയമായ വസ്തുത പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞത്. ആ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ദൈവമേ, ഞാൻ ഇത്രയും കഴിവുള്ള ഒരാളാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. പിന്നീട് ചെയ്യേണ്ടത് ഈ തപസ്സ. അപ്പോൾ അവിടെ ഞാൻ പഠിക്കും. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ 5 മണിക്ക് എഴുന്നേക്കും, തീർച്ചയായിട്ടും എഴുന്നേക്കും, ഉറക്കം വന്നാലും എഴുന്നേക്കും എന്ന് വിചാരിച്ച് കിടക്കുമ്പോഴാണ് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മളെ 5 മണിക്ക് തന്നെത്താനെ ഉണരുത്. ഞാൻ ഈയിടെ ഒരു ടീച്ചറുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, പിന്നെ അയ്യോ ശിവരാജ് സാറ് എന്നും വെളുപ്പിന് 5-ന് എഴുന്നേറ്റ് യോഗ ചെയ്യുന്നുണ്ടോ? ഞാനും എഴുന്നേറ്റ് നോക്കാറുണ്ട്, വെളുപ്പിന് യോഗ ചെയ്യാനെന്നൊക്കെ തീരുമാനിക്കും. പക്ഷേ 10 ദിവസം എനിക്ക് വെളുപ്പാൻ കലാമ്പി തണുപ്പൊക്കെ വരുമ്പോൾ ഉറക്കണം തോന്നും. അപ്പോൾ ഞാൻ 5 മണിക്ക് വരെ 7 മണിക്ക് ഉണർന്ന് പോവുക ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ സംഗതി? ആ ടീച്ചർക്ക് ഡിറ്റർമിനേഷൻ ഇല്ല. വെളുപ്പിന് 5 മണിക്ക് നമ്മൾ എഴുന്നേക്കുമ്പോൾ ചിലപ്പോൾ ക്ഷീണം തോന്നും, അല്ലെങ്കിൽ നല്ലാത്ത തണുപ്പ് തോന്നും. ഓ, ഇന്ന് വേണ്ട, നാളെ ചെയ്യാം എന്ന് വിചാരിക്കും. പക്ഷെ അത് വിചാരിക്കരുത്. അതാണ് ഡിറ്റർമിനേഷൻ ഞാൻ പറഞ്ഞു. അവിടെ നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കുക, ഞാൻ ഇന്നപോലെ ചെയ്യും. അങ്ങനെ നമ്മൾ ഡിറ്റർമിനേഷൻ ഉണ്ടായി കഴിയുമ്പോൾ, നമ്മുടെ മനസ്സ് വേദനിച്ച് നമ്മൾ തീരുമാനം എടുത്ത് കഴിയുമ്പോൾ ഈ ബ്രെയിൻ ഇതറിയും. ഓട്ടോ സജഷനാണ് ആ ബ്രെയിൻ. അതുകൊണ്ട് നിങ്ങളെ തന്നെത്താനെ ഉണർത്തും. അതാണ് പ്രശ്നം. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ നമ്മൾ അതിന് പരുവപ്പെടുത്തണം. നിങ്ങൾ ഈ നാട്ടിൻപുറത്ത് വരുന്ന കുട്ടികൾക്കറിയാം, ഈ കൊല്ലന്മാരുടെ ആല കെട്ടിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ടോ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടോ ഈ ആല? അവിടെ ഈ ഒല എന്ന് പറയുന്ന സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഈ വെട്ടരുവ അല്ലെ കോടാലി നമ്മൾ കൊണ്ട് കൊടുത്താൽ കാച്ചിക്കുക എന്ന് പറയും, മൂർച്ച വരുന്നത്. അത് അവർ ചെയ്യുന്നതിനാണ്. അതിൻ്റെ ആറ്റമൊക്കെ ശരിയാക്കി കഴിയുന്ന ചെയ്ത് ഈ ഒലയ്ക്കകത്തോട്ട് അങ്ങ് വെച്ചിട്ട് തീക്കകത്ത് ഇങ്ങനെ തീ കത്തിച്ച് ഭയങ്കരമായിട്ട് ഈ വെട്ടരുവ അല്ലെങ്കിൽ ഈ കോടാലി അങ്ങ് ചുട്ട് പഴുക്കും ഇല്ലേ? ചുട്ട് പഴുത്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതെടുത്ത് വെള്ളത്തിലോട്ട് ഒടിയും ഇല്ലേ? ചട്ടിക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിലോട്ട് മുക്കും, വീണ്ടും ചുട്ട് പഴുപ്പിക്കും, വീണ്ടും വെള്ളത്തിലോട്ട് മുക്കും. ഇത് കണ്ടു നിൽക്കുന്ന ഒരു കുട്ടിക്ക് തോന്നും ഈ കൊല്ലന് ഭ്രാന്താണെന്ന് അല്ലേ? അയാളിതേ പഴുപ്പിക്കുന്നു, പിന്നെ വെള്ളത്തിൽ വയ്ക്കുന്നു, പിന്നെ എന്തിനാ പിന്നെയും പഴുപ്പിക്കുന്നു, പിന്നെയും വെള്ളത്തിൽ വയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പരുവപ്പെടുത്തുക എന്ന് പറയുന്നത്, ടെമ്പറിങ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ സയൻസാണ്. നമ്മളെ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ വെട്ടരുവയുടെ സർഫസിൽ ഉള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മാറി ആ സർഫസ് വളരെ ഹാർഡാകും. അങ്ങനെ ഹാർഡാകുന്നതുകൊണ്ടാണ് ഈ വെട്ടരുവയുടെ അറ്റം വളയാത്തത് വെട്ടുമ്പോൾ. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ പുറകെ വലിയൊരു സയൻസ് ഉണ്ട് എന്ന് പറയുന്നവരാണ് നമ്മുടെ ഈ ബ്രെയിൻ. നമ്മൾ ചിന്തിക്കുന്നു, തീരുമാനമെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മവിശ്വാസം തേടുന്നു, പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ തോക്കും, വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ടെമ്പറിങ് നടക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മാറുന്നു. അപ്പോഴത്തേക്ക് യഥാർത്ഥ കഴിവുകൾ പുറത്തു വരുന്നു. അങ്ങനെ നിരന്തരം ചെയ്യുന്നൊരു കുട്ടിയാണ് നമ്മൾ പറയണം. അവന് 4ാം ക്ലാസ് അല്ലെ 8ാം ക്ലാസ് അവനൊരു സാധാരണ കുട്ടിയായിരുന്നു. പക്ഷേ അവൻ 12ാം ക്ലാസ് ചെന്നപ്പോഴല്ലോ മിടുമിടുക്കനായി, അല്ലെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ നമ്പർ 1 ആയി എന്ന് പറയും. എന്താ കാര്യം? 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ടെമ്പറിങ് ശരിയായി. അതാണ് നടക്കുന്ന പ്രോസസ്സ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആദിത്യ അശോക്. ഞാൻ പാമ്പാടി BMM സ്കൂളിൽ നിന്ന് വരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഇതൊരു ചോദ്യമല്ല, അതായത് എൻ്റെ മനസ്സിലുള്ളൊരു പ്രശ്നമാണ്. അതായത് ആദ്യമേ തന്നെ സാറ് ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ അതേപടി ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അതേപടി എൻ്റെ അമ്മയും എൻ്റെ ഫാമിലീസ് മൊത്തം പറയും, എത്ര
പ്രതിസന്ധി വന്നാലും നന്നായിട്ട് പഠിക്കണം, എത്ര എനർജി നഷ്ടപ്പെടരുതെന്ന് എന്നും എൻ്റെ അമ്മ, എൻ്റെ അച്ഛനും, എൻ്റെ പേരൻസ് മൊത്തം പറയാറുണ്ട്. പക്ഷേ അതേ എനർജി തന്നെ അതേ എനർജി ഉൾക്കൊണ്ട് തന്നെ ഈ പരീക്ഷ ഹാളിലോട്ട് ചെല്ലുമ്പോൾ അതെല്ലാം പെട്ടെന്ന് ചോർന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഇടയ്ക്കിടെ തോന്നാറുണ്ട്. വീണ്ടും അടുത്ത പരീക്ഷ അതേ റിപ്പീറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്തോ ചില സമയത്ത് മാർക്ക് കുറയുന്നുണ്ട്. ഇത് ഇപ്പോൾ അധികം കിട്ടുന്നില്ല, എന്നാലും കുറച്ച് മാർക്കേ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ രണ്ട് കാര്യം. ഒന്ന്, ഈ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ പരീക്ഷകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഈ പരീക്ഷ എഴുതാനുള്ള ഒരു ശക്തി, ആ പരീക്ഷ എഴുതാനുള്ള ഒരു ക്രാഫ്റ്റ്, അത് നമുക്ക് വേണ്ടത്ര വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് ഈ പരീക്ഷ എന്ന് പറയുന്ന സത്യത്തിൽ സർക്കസ് പോലെയാണ്. ഈ സർക്കസ് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഈ സർക്കസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ പോലെ ഈ പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യം പഠിച്ചാൽ മാത്രം പോരാ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഈ പഠിച്ച കാര്യം പരീക്ഷയ്ക്ക് എങ്ങനെ വരുമെന്നുകൂടെ നമ്മൾ അറിയണം. ഇപ്പം നമ്മളൊരു ചാപ്റ്റർ പഠിച്ചെന്നിരിക്കട്ടെ, ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതിനാണ് ക്ലാസ്സിൽ സാറ് ടെസ്റ്റ് പേപ്പർ ഇടും. ടെസ്റ്റ് പേപ്പർ എടുത്താൽ നമ്മൾ ഉത്തരം എഴുതും. അപ്പോൾ അവിടെ പഠിച്ച കാര്യങ്ങളിൽ പരീക്ഷ എഴുതുന്ന ജോലി, പരീക്ഷയ്ക്ക് ചോദ്യം എഴുതുന്ന ജോലി നമ്മുടെ സാറന്മാരെ ഏൽപ്പിക്കുക. എന്നിട്ട് സാറ് ഏത് വേണം ചോദിച്ചോ, ഞാനത് ഉത്തരം എഴുതാമെന്നാണ് പറയുന്നത്. ഞാൻ നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊരു ചാപ്റ്റർ സാറ് പഠിപ്പിച്ചു കഴിഞ്ഞു, സാറന്മാർ ചോദ്യം എഴുതുന്ന കാര്യം നിങ്ങളങ്ങ് വിട്. അറ്റോമിക് സ്ട്രക്ചർ, അല്ലെ എവല്യൂഷൻ, അല്ലെങ്കിൽ ഇക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അത് പഠിച്ചു കഴിഞ്ഞാൽ സാറ് തരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതിന് പകരം ഈ ചാപ്റ്റർ എടുത്ത് ഈ ചാപ്റ്ററിൽ എന്തെല്ലാം ചോദ്യങ്ങളുണ്ടാക്കാം, എന്തെല്ലാം ചോദ്യങ്ങളുണ്ടാവുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഒരു ചോദ്യപേപ്പർ ഉണ്ടാക്കുക കേട്ടോ മോനെ. പരീക്ഷയ്ക്ക് എഴുതുന്നതിനും പാടാ ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ. ഞാനിത് പല ക്ലാസ്സിൽ കൊടുത്തിട്ട് അവസാനം പിള്ളേരൊന്നും എൻ്റെ സാറേ ചോദ്യമൊന്നും ഇനി വരുന്നില്ല. ചോദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഉത്തരത്തിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ ഏത് ചോദ്യമാണ് വരാൻ പോണെന്ന്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇൻ്റലിജൻ്റായിട്ട് പഠിക്കണം. കാര്യം പഠിച്ചാൽ മാത്രം പോരാ, ഈ കാര്യം സാർ എങ്ങനെ ചോദിക്കും എന്ന് മനസ്സിലാക്കണം. ഓരോ വാചകത്തിൻ്റെ പുറകിലും ഒരു ചോദ്യം ഒളിച്ചിരിപ്പുണ്ട്. ആ ഒളിച്ചിരിക്കുന്ന ചോദ്യത്തിനെ നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ചോദ്യം ഉണ്ടാക്കി ചോദിക്കണം. ഞാൻ നേരത്തെ ഐസക്കിൻ്റെ കഥ പറഞ്ഞ അതിനാണ്. ചോദ്യം ചോദിക്കുന്നു, ചോദ്യം ചോദിച്ച് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചോദ്യങ്ങളെല്ലാം അറിയാൻ മതി. ചോദ്യങ്ങൾ അറിയാമെങ്കിൽ പിന്നെ ഉത്തരത്തിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പരീക്ഷയ്ക്ക് ഉദ്ദേശിക്കാത്ത ചോദ്യം വരുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ എനിക്ക് ചോദ്യം വരെ അറിയാവുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് വന്നാൽ ഈ പറഞ്ഞ പേടി മാറിക്കിട്ടും. അതിനാണ് ഞാനൊരു കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞ കഥ അതിനാണ്. എനിക്കിത് വിജയിക്കാൻ സാധിക്കും എന്നില്ല. ഇനി എൻ്റെ മോനെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്നിരിക്കട്ടെ, ഒരു മാർക്കും കിട്ടിയെന്നിരിക്കട്ടെ, അതുകൊണ്ട് പോലും നമ്മൾ പരാജയപ്പെടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമോ, ആ കാര്യങ്ങളാണ് നിങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ പോകുന്നത്. പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ലോകം ഭരിക്കുന്ന ആശയങ്ങളാണ്. ആശയങ്ങളാണ് ലോകം ഭരിക്കുന്നത്, ഐഡിയാസാണ് ലോകം ഭരിക്കുന്നത്. മറ്റൊരാൾക്കില്ലാത്ത ഐഡിയാസ് ഉള്ളതെന്നവനാണ് നാളെ ലോകത്തെ നമ്പർ 1 ആകാൻ പോകുന്നത്. എപ്പോഴും എൻജിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് കിട്ടി, അല്ലെ MBBS ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് ഒത്തിരി അവന്യൂസ് ഉണ്ട്. ഇപ്പോൾ മാർക്ക് കുറഞ്ഞ ഒരു കുട്ടിക്ക് വേറെ ഇഷ്ടം പോലെ അവന്യൂസ് ഉണ്ട്. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത് യാദൃശ്യമാണ്. ഒരിക്കൽ ഈ കാസിനോ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലിൽ ക്ലാസ് എടുക്കാൻ പോയി. മാനേജേഴ്സിന് ക്ലാസ് എടുക്കാനാണ് ഞാൻ പോയത്. എൻ്റെ വൈഫ് ഒരു കുക്കിംഗ് എക്സ്പെർട്ടായതുകൊണ്ട് പുള്ളിക്കാരത്തെയും പിടിച്ചു ഇവർ. എന്നിട്ട് അവിടുത്തെ കുക്കിനും ഈ ഗസ്റ്റ് ഫോറിനേഴ്സാണ്, അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്ക് ശ്രീമതി ഈ ഗസ്റ്റിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. മിക്കവാറും യൂറോപ്യൻസും പുറത്തുനിന്നുള്ള രാജ്യക്കാരുമാണ്, ഷെഫ്മാരും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്നിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് വിവരിച്ചുകൊണ്ടിരുന്നപ്പം ഒരു തടിയൻ ചാടി എഴുന്നേറ്റ് അയാൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അയാൾ ചോദിക്കുന്ന ചോദ്യമല്ല അവിയലിനെ പറ്റിയാണ്. ഒരു ചോദ്യം കഴിഞ്ഞ് 2 ചോദ്യം കഴിഞ്ഞ് 3 ചോദ്യം കഴിഞ്ഞ് 4ാമത്തെ ചോദ്യമായപ്പം എനിക്ക് സംശയമായി ഇയാളെ പറ്റി. ഞാൻ ഉടനെ ഇടപെട്ടു. ഞാൻ ചോദിച്ചു, സാർ വാട്ട് ഈസ് യുവർ പ്രോബ്ലം, വൈ യു ആർ ആസ്കിങ് ഡൗട്ട്സ് അബൌട്ട് ഓൺലി 1 ഡിഷ് എന്ന് ചോദിച്ചു.
അപ്പോൾ ഇയാൾ എൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു ഇത് പ്രൊഫസർ ശിവദാസാണ്, ടീച്ചറുടെ ഹസ്ബൻഡാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു ഞാൻ സിംഗപ്പൂരുകാരനാണ് സാറേ, പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ്. എനിക്കവിടെ 3 ഹോട്ടലുണ്ട്. ഇപ്പം 4മതൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുക. ഈ 4മത്തെ ഹോട്ടലിൽ സൗത്ത് ഇന്ത്യൻ ഡിഷാണ് കൊടുക്കുന്നത്. ഞാൻ എല്ലാ ഡിഷും പെർഫെക്റ്റാക്കി കൊടുക്കാൻ തുടങ്ങി. പക്ഷേ സർ, യുവർ അവിയൽ ഈസ് എ പ്രോബ്ലം. ഒത്തിരി ശ്രമിച്ചു നോക്കി, ഒത്തിരി ഷെഫുമാരെ കൊണ്ടുവന്നു, ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. അപ്പം ഞാൻ ഇവിടെ വന്ന് താമസിക്കുക, 1 മാസമായിട്ട് കൊമരോത്ത് വന്ന് താമസിക്കുക. എന്തിനാണ്? അവിയലിനെ പറ്റി പഠിക്കാൻ. 10-20,000 രൂപ ദിവസം റെൻറ്റിന് കൊടുത്ത് റൂമിൽ താമസിക്കുക ഈ മനുഷ്യൻ. എന്തിന്? അവിയലിനെ പറ്റി പഠിക്കാൻ. എന്നിട്ട് അദ്ദേഹം എൻ്റെ നേരെ തിരിച്ചിട്ട് പറഞ്ഞു, സർ, യുവർ അവിയൽ ടെക്നോളജി ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഞാൻ വൈഫിന് നേരെ തിരിച്ച് ചോദിച്ചു, ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞാൽ അതൊക്കെ വളരെ ശരിയാണ്, നിങ്ങൾ ഈ കോളേജ് പ്രൊഫസർമാർക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളാണ്. അവിയലുണ്ടാക്കുമ്പോൾ അതിൻ്റെ കഷ്ണത്തിൻ്റെ ഷേപ്പ് മാറിയാൽ ടേസ്റ്റ് മാറും, കോമ്പിനേഷൻ മാറിയാൽ ടേസ്റ്റ് മാറും, തേങ്ങ അരയ്ക്കുന്ന കൂടിയാലും കുറഞ്ഞാലും ടേസ്റ്റ് മാറും. ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ടായി. ഇതെല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആക്കുമ്പോഴാണ് ബെസ്റ്റ് അവിയൽ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്നറിയോ, അവിയൽ ടെക്നോളജിക്ക് പോലും വിലയുണ്ട്. അത് പഠിക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ആളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിലോ കെമിസ്ട്രിയോ ഒരു മാർക്ക് കുറയോ, അല്ലെ അവിടെ നമുക്കൊരു ആത്മവിശ്വാസത്തിൽ അത് അങ്ങ് വലിച്ചെറിയുക, വീണ്ടും പരീക്ഷ എഴുതുക, പരീക്ഷ എഴുതി അവസാനത്തെ പരീക്ഷ വരെ പോവുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവം തന്ന കഴിവുകൾ ഏതാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ആ കഴിവുകൾ ഉപയോഗിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആകാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയുടെ മഹത്തായ ഒരു വ്യക്തിയുടെ വാചകമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമോ എന്ന് പറയാമോ? നമ്മളുടെ എല്ലാം ജീവിതത്തിന് പല ഘട്ടങ്ങളിൽ പല ആളുകൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് അച്ഛന്മാരോടൊക്കെ വർത്തമാനം പറഞ്ഞു അങ്ങ് പോകുന്നു. അച്ഛന്മാരറിയുന്നില്ല, പക്ഷേ ഞാൻ ഓരോ അച്ഛനും പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി അതുകൊണ്ട് പോകുമ്പോൾ ഇതിൽ ചില സാധനങ്ങളെ എൻ്റെ മനസ്സിൽ കിടക്കും. ചിലപ്പോൾ അതായിരിക്കും ഞാൻ നാളെ വേറൊരു മീറ്റിംഗ് പ്രസംഗിക്കാൻ പോകുന്നതോ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചായിരിക്കും ഞാനൊരു നോവൽ എഴുതാൻ പോകുന്നു. അത് ആശയങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് വരിക. നമ്മൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല ആളുകളെ കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്യണം, അല്ലാതെ നാണം കുടുങ്ങി ഇരിക്കരുത്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഉദാഹരണമായിട്ട് ഞാൻ വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ എന്നെ ആളുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഈ മഹാത്മാഗാന്ധിയെ പറ്റിയും ഗാന്ധി കഥകളെ പറ്റിയും അയിത്തത്തെ പറ്റിയെല്ലാം പറഞ്ഞ് കേട്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യം, സമത്വം, ഇതേപ്പറ്റി എല്ലാം എന്നെ മനസ്സിലാക്കിയത് അച്ഛനും. പിൽക്കാലത്ത് ഞാനിങ്ങനെ പല ആളുകളുമായിട്ട് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ പിഷാരിയുടെ കാര്യം. അപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യെ പിടിച്ച് യു ഷുഡ് ഡിസ്കവർ യുവേഴ്സെൽഫ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇലക്ട്രിക് ഷോക്കായിരുന്നു എനിക്ക്. എന്നെ അത് ഭയങ്കരമായിട്ട് മാറ്റി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഇവരെ ആളുകളുമായിട്ട് ഇടപെടണം. ഇപ്പം അച്ഛനെ കാണുമ്പോൾ അച്ഛനോട് വർത്തമാനം പറയണം. അങ്ങനെ പലരുമായിട്ട് ഇടപെടുമ്പോഴാണ് നമ്മൾക്ക് അതിൽ സ്വാധീനിക്കപ്പെട്ടു പോകുന്നത്. കാരണം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങൾ നമ്മളെ സ്വാധീനിക്കും. മാത്രമല്ല, ധാരാളം ഇത്തരം മഹാന്മാരായ ആളുകളുടെ കഥ വായിക്കണം. നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കാര്യങ്ങളുടെ പുറകിൽ എത്ര വലിയ കഥകളാണ് ഉള്ളതെന്ന് നിങ്ങൾ സത്യത്തിൽ ഇപ്പം അറിയാൻ മേല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ക്ലാസ്സിൽ ലൂയിസ് പാസ്റ്ററെ പറ്റി പഠിക്കുന്നുണ്ട്. പേപ്പർ വിഷയത്തിന് പ്രതിവിധി കണ്ടുപിടിച്ച ആളാണ്. ആ കഥയെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വലിയ കഥയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ ഇത് മനുഷ്യരെ കുത്തിവയ്ക്കാൻ മടിച്ചിങ്ങനെ ഇരുന്ന സമയത്ത് ഈ പാസ്റ്റർ ഈ വാക്സിനേഷൻ കണ്ടുപിടിച്ച് കുത്തിവയ്ക്കാൻ മടിച്ചു നിന്നപ്പോൾ ഒരമ്മ വലിയവായിലെ കരഞ്ഞ് 5-8 വയസ്സുള്ള കുട്ടിയായിട്ട് വന്ന് ഈ കുട്ടി മരിക്കാൻ പോവാണ്. അപ്പോൾ ഡോക്ടറെ മരിച്ചോട്ടെ കുത്തിവെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുത്തിവെച്ചാണ് ഈ കുട്ടി രക്ഷപ്പെട്ട് ഈ വാക്സിൻ സക്സസ്ഫുൾ ആണെന്ന് കാണുന്നു. അതിനുശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞു. പാസ്റ്റർ മരിച്ചു. പാരീസിൽ പാസ്റ്ററിന് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാസ്റ്ററിൻ്റെ ടോംബ്, ശവകുടീരവും അവിടെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2ാം ലോകയുദ്ധം നടന്ന് ജർമ്മൻകാർ ഫ്രാൻസ് കീഴടക്കിയപ്പോൾ ഈ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കയറി അവരിതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി.
അങ്ങനെ ഈ പാസ്റ്ററിൻ്റെ ഈ ശവകുടീരവും ഈ പ്രതിമ നശിപ്പിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഓടിച്ചെന്ന് തടഞ്ഞ ഉടനെ ഈ പട്ടാളക്കാർ സെക്യൂരിറ്റി അടിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഇതെല്ലാം നശിപ്പിച്ചു. അന്ന് രാത്രി ഈ സെക്യൂരിറ്റി ആത്മഹത്യ ചെയ്തു, തൂങ്ങിച്ചതു. ആരാണ് സെക്യൂരിറ്റി എന്നറിയാമോ? ജോസഫ് മൈസ്റ്റർ, പാസ്റ്റർ ആദ്യമായി വാക്സിൻ കുത്തിവെച്ച് രക്ഷപ്പെടുത്തിയ കുട്ടി. അയാളായിരുന്നു ഈ സെക്യൂരിറ്റി, ഈ വൃദ്ധൻ. അപ്പോൾ ഈ കഥ ഒരു സാറുമാരും പഠിപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യത്തിൽ ഇതുപോലത്തെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഹ്യൂമൻ സ്റ്റോറീസ് ഉണ്ട്, നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുന്ന കഥകൾ. അപ്പോൾ നമ്മളെ ഇത്തരം കഥകളും സ്വാധീനിക്കും. അപ്പോൾ ഇത്തരമൊക്കെ കഥകളൊക്കെ ശേഖരിച്ച് പഠിക്കുമ്പോൾ ഈ പഠനം വളരെ രസകരമാകും. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പഠനം, വിദ്യാഭ്യാസം, പരീക്ഷ, ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അവസരമായി കണ്ട് ആത്മവിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, തിരുമേനി പറഞ്ഞ പോലെ തികഞ്ഞ മൂല്യബോധത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകും. എൻ്റെ എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.